السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലുള്ള ബഹുമാന്യരെ, ഏറ്റവും സ്നേഹമുള്ള ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടാനും ഇവിടെ എത്തിച്ചേരാനും അള്ളാഹുവിൻ്റെ ദീൻ ചർച്ച ചെയ്യാനുമുള്ള ഭാഗ്യം ഈ ദിവസത്തിൽ ഉണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമ്മെ വിചാരണ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിചാരണയെ എളുപ്പമാക്കുന്ന ഒരു സൽക്കർമ്മമായി, ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഒരു നാടിൻ്റെ ഏറ്റവും സന്തോഷമെന്നത് ഒരു നാട്ടിൽ ഭംഗിയുള്ള ഒരു പള്ളി ഉണ്ടാകുക എന്നതാണ്. ഞങ്ങളൊക്കെ കുറേ കാലമായി അതിങ്ങനെ സ്വപ്നം കണ്ട് നടക്കുന്നവരാണ്. ഇപ്പം എൻ്റെ നാട്ടിലൊരു നമസ്കാരപ്പള്ളിയാണുള്ളത്. വളരെ സജീവമായൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്കൊരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രയാസമാണ്. കാരണം 99% ആളുകളും കൂലിപ്പണിക്കാരാണ്. എന്നാലും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു പള്ളിയുടെ ഒരു വൃത്തിയൊക്കെ ഉണ്ട്. ഇങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോഴൊരവസ്ഥ, അതിൽ കയറുമ്പോഴൊരു സന്തോഷം. അപ്പോൾ അതൊക്കെ അതിൻ്റെ എത്രയോ 10 മടങ്ങ് ഇന്ന് നിസ്കരിക്കാൻ കയറിയപ്പോൾ ഈ പള്ളിയിൽ നിന്ന് ആസ്വദിക്കാനും അറിയാനും കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഈ നാട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത പണമാണ് എന്നും അറിഞ്ഞു. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ നാട്ടിൽ ജീവിക്കുന്നവരും ഈ നാട്ടിലെ കുട്ടികളും സ്ത്രീകളും ഒക്കെ സത്യത്തിൽ മഹാഭാഗ്യവാന്മാരാണ്. കാരണം ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ നമുക്കൊന്ന് റാഹത്തോടുകൂടി നിസ്കരിക്കാൻ തോന്നണം, പിന്നെ കുറച്ചു നേരം അവിടെ ഇരിക്കാൻ തോന്നണം. അതൊക്കെ ഉള്ള ഒരു അന്തരീക്ഷം ഈ പള്ളിയിൽ മുൻപ് വന്ന സമയത്ത് ഇതിൻ്റെ ഒരു കെട്ടിവെക്കപ്പെട്ടൊരു സ്ഥലത്തായിരുന്നു നിസ്കരിച്ചിരുന്നതെന്നാണ് ഓർമ്മ. ഏതായാലും അൽഹംദുലില്ലാ വലിയൊരു ഖൈറാണ്. ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുക എന്നത് തന്നെ വലിയ ഒരു അനുഗ്രഹമായ കാര്യമാണ്. അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു നാടുമാണ്. ഇനിയും നമ്മുടെ മക്കളിലൂടെ, പേരക്കുട്ടികളിലൂടെ ഒക്കെ ഇത് നിലനിർത്തി മുന്നോട്ടു പോകാനുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ഈ ക്ലാസ്സുകളിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. അള്ളാഹു ഇതെല്ലാം സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ജനാസയുടെ കൂടെ, പ്രവാചകന്റെ കൂടെ അദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ആ ജനാസയുമായി ഖബറിന്റെ അടുത്തെത്തി. ഫജലസ അല ഷഫീരിൽ ഖബരി. അങ്ങനെ ആ ഖബറിന്റെ മുകളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇരുന്നു. ഖബറിന്റെ ചാരത്ത് പ്രവാചകൻ ഇരുന്നു.
ഫബക്ക, പ്രവാചകൻ കരഞ്ഞു. ബല്ലത്തറ, പ്രവാചകൻ കരഞ്ഞ് പ്രവാചകന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ ആ മണ്ണിനെ നനച്ചു. ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു, യാ ഇഖ്വാനി, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലിമിഥ്ലി ഹാദാ അഇദ്ദു, ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം കേട്ടോ, നിങ്ങൾ ഒരുങ്ങണം കേട്ടോ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു എന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു മരണമുണ്ടാകിയ സമയത്ത് വളരെ ഭക്തിയോടുകൂടി ജീവിക്കുന്ന, അള്ളാഹുവിനെ ഏറെ സൂക്ഷിച്ച് ജീവിക്കുന്ന സഹാബത്തിനോട് പ്രവാചകൻ ഉപദേശിക്കുകയാണ്, ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം കേട്ടോ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട് കേട്ടോ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ ഉപദേശിക്കുകയാണ്. മുസ്ലിങ്ങൾ എന്ന നിലക്ക്, മുജാഹിദുകൾ എന്ന നിലക്ക് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അപ്പം നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ ഒരുവിധം സൂക്ഷ്മതയിൽ കൊണ്ടുപോകുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ അതുകൊണ്ട് അവിടെ എത്തിയത്. നമുക്കൊക്കെ നമ്മുടേതായ കുറേ അജണ്ടകളുള്ള ദിവസമാണ് ശനിയും ഞായറും ഒക്കെ. ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. ഞാനൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, പൊതു സംരംഭങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഒരുപാട് സ്ഥലവും ബിസിനസ്സും കാര്യങ്ങളും അജണ്ടയുമായി നടക്കുന്ന ആളുകളുണ്ടാവും. മക്കള്, പേരക്കുട്ടികൾ, വിരുന്നിന് വരവ്, പോക്ക്, ദാരിദ്ര്യം എന്ത് എന്നറിയാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ ജീവിക്കണതെന്ന്. അങ്ങനെയുണ്ടല്ലോ, ദാരിദ്ര്യം എന്താണെന്ന് അധികം ആളുകൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു കരുതലുണ്ടാകുക, പടച്ചോത് കാണുമല്ലോ എന്നുള്ളൊരു വിചാരം ഉണ്ടാകുക, പടച്ചോനെ മരിച്ചു പോണല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുക, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുക എന്നത് വലിയൊരു സംഗതിയാണ്, ഒരു ജിഹാദാണ്. അപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എൻ്റെ സ്കൂളിലെ സ്റ്റാഫിലെ അജണ്ട മൈസൂരിലേക്കുള്ള ടൂറാണ്. അതിന് ഒരു ദിവസം ഒഴിവിട്ടിയാൽ ആണ് ടൂർ പോവുക. ടൂർ പോണിനെ അതിരാന്നല്ല, നമ്മളൊക്കെ കുട്ടികളെയും കൊണ്ട് പോകണ തന്നെയാണ്. പക്ഷെ നമുക്ക് ഓരോ ദിവസവും അജണ്ടയുണ്ട്. എന്താണോ ഇഷ്ടമുള്ള ഭക്ഷണം അത് കുട്ടികൾ ചോദിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കുക. എങ്ങോട്ടാണോ യാത്ര പോകേണ്ടത് യാത്ര ചെയ്യുക. ഏത് സ്ഥലത്താണോ ഒരു പോയി താമസിക്കേണ്ടത് താമസിക്കുക. അവിടെ എവിടെയാണോ കുട്ടികൾക്ക് ചാടേണ്ടത് ചാടുക, കളിക്കുക. ഇതിനൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിഅമത്ത് ലഭിച്ച ആളുകളാണ് നമ്മൾ. അപ്പം ഈ നിഅമത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതോടുകൂടെ ഈ നിഅമത്തിനിടയിലും നമ്മൾ അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കുവാനുള്ള കാരണം ഈ ആദർശവും സംഘടനയും നമ്മുടെ പള്ളിയും നമ്മുടെ ഭാരവാഹിത്വങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം ശ്രദ്ധിക്കാൻ കഴിയില്ല. അപ്പം അത് വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഇങ്ങനെയുള്ള സുഖകരമായ ജീവിതത്തിനിടയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരു കരുതൽ, ചിരിക്കണ്ടോടത്ത് ചിരിച്ചു കൊടുക്കണ്, മിണ്ടാതെ കണ്ടോടത്ത് മിണ്ടാതെക്കണ്, വേണ്ടാത്തൊരു കാര്യം സംസാരിക്കണോടത്ത് പതുക്കെ പോണ്, ആവശ്യമില്ലാത്ത ആഘോഷങ്ങളാണെങ്കിൽ പതുക്കെ നമ്മൾ സൈഡിൽ കൂടെ പോണ്. അങ്ങനെ കുറേ പ്രയാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രയാസത്തിൽ ജീവിച്ചാലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ ഒരുങ്ങണം കേട്ടോ, നിങ്ങൾ തയ്യാറാകണം കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൻ്റെ സഹാബിമാരെ ഉണർത്തുകയാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ തയ്യാറാകേണ്ട ഒരു ലോകമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഞാനിപ്പോൾ ഇന്ന് താനാളൂർക്ക് വിടുക്ക് വരിക എന്നുള്ളതിന് ഇന്നലെ മുതൽ സമയം കണക്കൂട്ടിൽ തുടങ്ങിയിരിക്കണ്. നിലമ്പൂർ ബ്ലോക്ക്, വൈലത്തൂര ബ്ലോക്ക്, കോട്ടക്കലിലെ ബ്ലോക്ക്. അപ്പോൾ ഒരു ഒരുക്കാണ്. ഇവിടെ എത്തണം, ഇന്ന സമയത്ത് എത്തണം, ഇന്ന സമയത്ത് തുടങ്ങണം, ഇന്ന സമയത്ത് മടങ്ങണം. ഒരു ചെറിയൊരു യാത്രക്കുള്ള ഒരുക്കാണത്. നമ്മളിവിടുന്ന് എറണാകുളത്തേക്ക് പോകുന്നു, കോഴിക്കോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് പോകുന്നു. അതിന് വരെ നമ്മളൊരു ഒരുങ്ങാറുണ്ട്. ഒരാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഗൾഫിൽ പോയി ഒരു 20-25 ലക്ഷം റുപ്യ ഒരു ബിസിനസ്ക്ക് വെറുതെ കൊണ്ടുപോയി ഇറക്കൂല. എല്ലാവരും മന്തിക്കട തുടങ്ങാണ്, ഞമ്മക്കൊരു തുടങ്ങാറുങ്ങാണ്ട് ബുദ്ധിയില്ലോ ഇറക്കൂല. അപ്പോൾ അതിനൊരു ഒരുക്കമുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ അതിനൊരു ഒരുക്കമുണ്ട്, ഒരു യാത്രക്ക് അതിനൊരു ഒരുക്കമുണ്ട്. അതേപോലെ ഒരുങ്ങേണ്ട ഒരു ലോകമാണ് പരലോകമെന്ന ലോകം. 40 വയസ്സ് ഒരാൾക്കാകുക എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് 40 വയസ്സാകുക എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ 39 വയസ്സായി, 2000 തോന്നും. പക്ഷെ എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ ഉമ്മ എങ്ങനെയാലും 2 വയസ്സ് കുറച്ചിനി.
ഇതായിട്ടില്ല എന്നാ പറയാം. എൻ്റെ വലിയ പെങ്ങളും എങ്ങനെയാലും 2 വയസ്സ് കുറക്കും. ഇന്നലെ രാത്രി ഓൾക്ക് 61 വയസ്സാണ്. ഓളിനോട് പറഞ്ഞില്ല, എനിക്ക് 39 ആയിട്ടില്ല, എനിക്ക് 37 ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞെന്താ ചോദിച്ചാൽ അങ്ങനെയാണ്. ഉമ്മാരൊക്കെ എപ്പോഴും പിന്നെ തടി കുറഞ്ഞു എന്നാ പറയാ. ഈ തടി കാണുമ്പോഴേ ഇതൊന്ന് കുറഞ്ഞു, ഇത് കുറക്കാൻ നമ്മൾ നടക്കണത്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മൾ സൂചിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിനോട് സൂചിപ്പിക്കുന്നത്. ഞാൻ വയസ്സിനെ കുറിച്ച് സൂചിപ്പിച്ചത്, ഒരാൾക്ക് 40 വയസ്സാകുക എന്നാൽ ശാസ്ത്രീയമായി പറയുന്നത് നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള നമ്മുടെ ഞരമ്പുകളിൽ, നമ്മുടെ രക്തം പ്രവഹിക്കുന്ന ഞരമ്പുകളിൽ ഒരുതരം ഇലാസ്റ്റിക് നാരുകളുണ്ട് എന്നാണ്. ഇത് ധാരാളമായിട്ടുള്ള ഇലാസ്റ്റിക് നാരുകൾ നമ്മുടെ ഞരമ്പുകളിലുണ്ട്. അപ്പോൾ രക്തം ഇങ്ങനെ പമ്പ് ചെയ്ത് പോകുമ്പോൾ ഈ നാരുകൾ, ഇലാസ്റ്റിക് നാരുകൾ ധാരാളമായി ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ആ ബ്ലഡ് പാസിങ് നല്ല സ്പീഡിൽ നടക്കുന്നത്. 40 വയസ്സാകുന്നതോടുകൂടെ ഈ ഇലാസ്റ്റിക് നാരുകളുടെ എണ്ണം ഇങ്ങനെ കുറയുന്നതാണ്. ഈ നാരുകളുടെ എണ്ണം കുറയും. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ ഒരു സജീവമായ സമയം പിന്നെ അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ രോഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ ഒരു കാലപരിധിയുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെറുപ്പക്കാരനായ ഒരാൾ ചിലപ്പോൾ വിചാരിക്കുക, അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നത്, ഞാൻ ഈ അടുത്ത് എന്നെ പഠിപ്പിച്ചൊരു സാറുണ്ട്. ആ സാറെ യാദൃശ്ചികമായ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടു. ഞാൻ കണ്ടപ്പോൾ സത്യത്തിൽ അയാൾ ഇപ്പോഴും എൻ്റെ പോലെയാണ്. ഞാൻ അങ്ങനെ ആലോചിച്ചു, അപ്പോൾ ഇയാൾ എന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണല്ലോ. അപ്പോൾ അന്നൊക്കെ ഞാൻ ഇയാളൊപ്പം കണ്ടപ്പം വിചാരിച്ചിരുന്ന ഒരു വയസ്സനായ ഒരാളെന്നാണ് വിചാരിച്ചിനി. അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുക. അപ്പോൾ എന്നെക്കുറിച്ച് ഇവിടെ ഉള്ളൊരു 15 വയസ്സായ ഒരു കുട്ടി വിചാരിക്കുക, കുറേ പ്രായമുള്ള ഒരാളെന്നാണ് വിചാരിക്കുക. ഇപ്പോൾ കുറച്ചും കൂടി ഒരു പ്രായമുള്ള ആളെക്കുറിച്ച് ഞാൻ വിചാരിക്കുക, ഇയാളൊക്കെ ദുനിയാവിൽ അത്യാവശ്യം ഓടിയ ഒരാളാണല്ലോ, അത്യാവശ്യം ജീവിച്ച ഒരാളാണല്ലോ എന്ന് വിചാരിക്കുക. പക്ഷെ നമുക്കത് തോന്നൂല. നമുക്കിങ്ങനെ ദുനിയാവിൻ്റെ ഓരോ രസങ്ങളും സുഖങ്ങളും ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. കല്യാണം കഴിക്കണതിൻ്റെ മുമ്പ് ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം കഴിക്കണം, ഗൾഫ് പോകണം, വിസ ഉണ്ടാകണം, ഗൾഫ് പോകണം, കുറച്ച് പൈസ ഉണ്ടാക്കണം, മഹർ വാങ്ങാനുള്ള പൈസ ഉണ്ടാക്കണം, കല്യാണം കഴിക്കണം. അപ്പോൾ അതാണ് അവൻ്റെ ജീവിതത്തിലൊരു അജണ്ട ഉണ്ടാകുക. കല്യാണം കഴിഞ്ഞ് പിന്നെ 2-3 മക്കളൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര രസമാവും. അപ്പോൾ പിന്നെ അപ്പം ഇങ്ങനെ ആ ചെറുപ്പക്കാരങ്ങനെ വിചാരിക്കുക, എന്തായാലേ അപ്പം എനിക്കിപ്പോൾ ഒരു പേരക്കുട്ടിയാകുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സുഖകരമായിട്ടൊന്നും തോന്നൂല. ഇപ്പോൾ എനിക്കൊക്കെ ഒരു പേരക്കുട്ടി ഉണ്ടാകുക, അപ്പോൾ എനിക്ക് എത്രങ്ങാനും വയസ്സുണ്ടാവും. എന്നാൽ പേരക്കുട്ടിയായിട്ടുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ എന്താ പറയുക വെച്ചാൽ, എടാ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പെണ്ണിട്ടണവും നമുക്ക് കുട്ടികളാകണമൊന്നുമല്ല. ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ പേരക്കുട്ടികൾ ഉണ്ടാകണതാണ് ഭയങ്കര രസം എന്ന് പറയും. അതായത് ഇവിടെ രസമാണ്, എപ്പോഴും ഇവിടെ ലദ്ദത്താണ്, ഇവിടെ ആസ്വാദനമാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു ആസ്വാദനത്തിൻ്റെ ലോകമാണ് എന്നതിൽ നമുക്കാർക്കും തർക്കമല്ല. സത്യത്തിൽ ഒരു തരം സുഖകരമായ ഒരവസ്ഥ ഈ ദുനിയാവിലുണ്ട്. ഈ സുഖകരമായ അവസ്ഥ കൂടുന്തോറും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുക, പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ കഴിയുക എന്നത് നല്ല ഈമാനും തഖ്വയും സൂക്ഷ്മതയുമുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ അങ്ങനെ തെറ്റിപ്പോവും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെയൊക്കെ ജോലി സ്ഥലങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, വാഹനത്തെക്കുറിച്ച്, വീടിനെക്കുറിച്ച് ഇങ്ങനെ കുറേ ആകുമ്പോൾ നമ്മുടെ ശ്രദ്ധ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് തെറ്റിപ്പോകും. അപ്പം അത് തെറ്റിപ്പോകാതെ നമുക്ക് അല്ലാഹു നൽകിയ നിഅമത്തായ വിശുദ്ധ ഇസ്ലാം എന്ന മതത്തിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുക എന്നതിനെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമ്പോൾ നമുക്കൊരു ഖനാഅത്തുൽ ഖൽബുണ്ടാകും, ഒരാത്മസംതൃപ്തി ഉണ്ടാകും. അതായത് ദീനിൻ്റെ നിയമങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടപ്പിലാക്കുന്നു, ദീനിൻ്റെ നിയമങ്ങൾ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഞാൻ നടപ്പിലാക്കുന്നു, ദീനിൻ്റെ നിയമങ്ങൾ എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ ഞാൻ നടപ്പിലാക്കുന്നു, ദീനിൻ്റെ നിയമങ്ങളിൽ എൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഞാൻ നടപ്പിലാക്കുന്നു, ദീനിൻ്റെ നിയമങ്ങൾ ആൺപെൺ സൗഹൃദങ്ങളിലെ അതിർവരമ്പുകളിൽ വളരെ കണിശമായി ഞാൻ പാലിക്കുന്നു
ഇങ്ങനെ ദീനിന്റെ നിയമങ്ങൾ സ്വീകരിക്കുന്നു എന്നതിനെ ഒരു അഭിമാനമുള്ള ഒരവസ്ഥയായിക്കൊണ്ട് നമുക്ക് തോന്നുക, ഒരനുഗ്രഹമുള്ള അവസ്ഥയായി തോന്നുക എന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രഭാതത്തിലെ പ്രാർത്ഥന എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞാൽ നമുക്ക് അജണ്ടകളാണ്. ഇപ്പം നാളെ സുബഹി കഴിഞ്ഞാൽ നമുക്ക് അജണ്ടകളാണ്, തിങ്കളാഴ്ചയായി കഴിഞ്ഞാൽ നമുക്ക് അജണ്ടകളാണ്. ഏതൊക്കെയോ സ്ഥലത്ത് കൂടെ പോകുന്നു, കച്ചവടക്കാരും ബിസിനസ്സുകാരും എന്നാണ് ഈ പറയും വേണ്ട. അത്ര ടെൻഷൻ പിടിച്ച യാത്രകൾ, അവിടെ കച്ചവടം ഇവിടെ കച്ചവടം, അത് ശരിയാക്കിയൊക്കെയാണല്ലോ. അപ്പോൾ പ്രഭാതത്തിലെ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനയും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതൊന്നും ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സദസ്സിൻ്റെ മുന്നിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളൊക്കെ ആ വിഷയത്തിൽ എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നവരാണ്. നമ്മളിതൊക്കെ പറയേണ്ടത് എൻ്റെ അഭിപ്രായത്തിലൊരു പുതുതലമുറയോടാണ്. പുതുതലമുറയിലും പ്രത്യേകിച്ച് ഒരു 30 വയസ്സിന് താഴെയുള്ള സ്ത്രീകളോടാണ് എന്ന ഒരഭിപ്രായമുള്ള ആളാണ് ഞാൻ. സ്ത്രീകളോ പുതിയ കാലത്ത് പെൺകുട്ടികളോടാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുള്ള അഭിപ്രായമുള്ള ആളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട സമയം എൻ്റെ ഒരു അഭിപ്രായത്തിൽ സുബൈക്ക് ശേഷമാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടുന്ന സമയമാണ്. പള്ളിക്കെത്തി നമ്മൾ നിസ്കരിച്ചു, നമുക്ക് അർജന്റുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് ഓരോ സംഗതികളും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ, നമുക്കൊരു കോൺഫിഡൻസ് ആണ്. കാരണം എന്താ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ 3 പ്രാവശ്യം അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അയാൾക്ക് സ്വർഗമാണ്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക, പടച്ചോനെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് സ്വർഗം വേണമെന്ന്. അള്ളാഹുവെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് പടച്ചോനെ എന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കരുത്. അപ്പൊ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി, നരകത്തിൽ പോകരുത്, സ്വർഗത്തിൽ പോകണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയല്ലേ, നമ്മുടെ ചിന്തക്കനുസരിച്ചാണ് നമ്മൾ എങ്ങനെയെന്നുള്ളത് കുറേയൊക്കെ നമുക്ക് തന്നെ വിലയിരുത്താം. അപ്പൊ അതിലൊന്നാണ് ഞാൻ സ്വർഗത്തെ ചോദിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അവിടെ ഞാൻ 3 പ്രാവശ്യം പ്രാർത്ഥിക്കലുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അല്ലാഹുവേ നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, നിനക്ക് ഏറ്റവും നന്നായി ഇബാദത്തുകൾ ചെയ്യാൻ എന്നെ നീ അനുഗ്രഹിക്കണം റബ്ബേ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ആയി, സന്തോഷമായി, നമുക്ക് വല്ലാത്തൊരു അനുഗ്രഹമായി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. നമ്മൾ ഇങ്ങനെ വിചാരിക്കണം, പടച്ചോനെ എൻ്റെ കുട്ടിയൊക്കെ എന്തെങ്കിലും പറ്റിയാൽ, എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ, ഇല്ലേ നമുക്കെന്തെങ്കിലും പറ്റിയാൽ, നമ്മൾ അങ്ങനെയല്ലോ, ഇവിടെ എന്തെങ്കിലും പറ്റണതൊക്കെ പ്രശ്നമാണല്ലോ. അപ്പൊ നമുക്കിങ്ങനെ പറ്റിയാലും ഒരു പടച്ചോനെ ഞാൻ എന്നും പ്രാർത്ഥിക്കണാണല്ലോ റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, പടച്ചവനെ നീ എനിക്ക് നൽകിയ നിഅമത്തുകൾ എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. വതഹവ്വുലി ആഫിയതിക, എൻ്റെ ആഫിയത്ത്, എൻ്റെ സൗഖ്യം, ശരീരത്തിൻ്റെ ഒരു സുഖം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ, സുഖം, സൗഖ്യം. ഇപ്പൊ പെട്ടെന്ന് സ്ട്രോക്ക് വന്നു, ആക്സിഡന്റ് ആയി. എന്താണ് സ്ട്രോക്ക് വന്ന അയാൾ കിടപ്പാണ്. എത്ര വയസ്സാണ്? 40 വയസ്സ്. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ വരാം, സ്ട്രോക്ക് വരാം. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമുക്കിങ്ങനെയൊക്കെ വരാം. എന്നോട് ഇപ്പം അടുത്ത് പിന്നെ എൻ്റെ സുഹൃത്ത് ഷാഹിദ് മുസ്ലിം ഫാറൂഖ്, ഞങ്ങൾ ഇന്നലെ ഒന്നിച്ചായിരുന്നു ഒരു 3-4 മണിക്കൂർ നമ്മളൊരു സമ്മേളനത്തിൻ്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്. അപ്പം എന്നോട് ഇങ്ങനെ പറയണം ഒരു മാഷെക്കുറിച്ച്, അയാൾ അവിടെ തന്നെ കൃഷി ചെയ്യും, അതെന്നെ പറിക്കും, അതെന്നെ കഴിക്കും, നല്ലതാണ്. പക്ഷേ സ്ട്രോക്ക് വന്നു. ഇവരെങ്ങനെയും വരാം, നമ്മളെന്ത് ശ്രദ്ധിച്ചാലും. ഇപ്പം ഞാൻ ഇവിടെ നിന്നുള്ള യാത്രയിൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. കുറെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുത്തനത്താണി എന്നുള്ളൊരു യാത്രയിലാണ് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ച് അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ഇതിന്റെ അടയാളങ്ങളൊക്കെ എപ്പോഴും ഈ കമ്പിയിലാണ്, ചെറിയ അസ്വസ്ഥതകളൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് സംഭവിക്കാം. പക്ഷെ എന്നാലും നമ്മൾ പഠിച്ചോനെ ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കണമല്ലോ, പിന്നെ എന്ത് റബ്ബ് എനിക്ക് വന്നത്, നമുക്ക് സമാധാനം ഉണ്ടാവും. അപ്പൊ റബ്ബ് എന്തെങ്കിലും ഒന്ന് കണ്ടു കാണും, എന്നോടുള്ള ഇഷ്ടം കൊണ്ടേയിരിക്കും. സമാധാനിക്കുക പ്രാർത്ഥിച്ചാല്. പടച്ചവനെ വളരെ പെട്ടെന്ന് വന്നെത്തുന്ന ദുരന്തങ്ങളിൽ നിന്ന്, അല്ലാഹുവേ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ പ്രവർത്തനത്തിൽ നിനക്കെന്നോട് തോന്നുന്ന ഒരു കോപം ഉണ്ടല്ലോ. നമ്മളെ ചില സംസാരങ്ങള്, ചില സമീപനങ്ങൾ, ചില നോട്ടങ്ങള്, ചില പെരുമാറ്റങ്ങള് ഒന്നും അള്ളാഹ് ഇഷ്ടമല്ലാത്തത് ഉണ്ടാവും. നമ്മൾ അള്ളാഹിനോട് പറയണം, പടച്ചോനെ അതിൽ നിന്നൊക്കെ എന്നോട് രക്ഷപ്പെടുത്തണം റബ്ബേ. അങ്ങനെ കുറെ പ്രാർത്ഥനകൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർഖിശ് ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുവേ
കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം റബ്ബേ. സഹിക്കാൻ കഴിയാത്ത അതാണ് ജഹ്ദിൽ ബലാ. അതാണ് നമ്മൾ കിടന്നുറങ്ങാൻ നേരത്തൊക്കെ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വറഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. എല്ലാ പ്രാർത്ഥനയും ചൊല്ലി അവസാനം ചൊല്ലണം എന്താ? ആമന റസൂലാണ് നമ്മൾ ചൊല്ലണത്. അതിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് തുടങ്ങുന്ന ആയത്തിൽ നമ്മൾ പറയുന്നത് എന്താ? പടച്ചോനെ, സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരരുത് റബ്ബേ, മുൻഗാമികൾക്ക് നൽകിയതുപോലെയുള്ള പരീക്ഷണങ്ങൾ തരരുത് റബ്ബേ. അതാണ് ജഹ്ദിൽ ബലാ വദർക്കി ശഖാഇ, ദൗർഭാഗ്യങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. വസൂഇൽ ഖലാഇ, മോശം വിധികളിൽ നിന്ന്. വശമാതത്തിൽ അഅദാഇ, എൻ്റെ തകർച്ചയിൽ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. അപ്പൊ നമ്മളതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയണം പടച്ചോനോട്. അങ്ങനെ ഉണ്ടാവും. നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു അബദ്ധം വന്നിരുന്നെങ്കിൽ, നമ്മുടെ അടുത്തൊക്കെ ചെറിയൊരു അബദ്ധം വന്നാൽ നമ്മുടെ അടുത്ത് മാത്രമല്ല അബദ്ധം, മൊത്തം നമ്മുടെ സംഘടനയും പ്രസ്ഥാനവും നാടും ആളുകളൊക്കെ വഷളാവും. പക്ഷെ അതിനൊക്കെ കാത്തു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ, ചതിയിൽപ്പെടുത്താൻ ഒക്കെ പറ്റുപ്പോ. മൊബൈൽ ഫോണ് അത് ഇതൊക്കെ വെച്ച് പറ്റും. നമ്മൾ ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞത് സുബഹിക്ക് ശേഷമുള്ള പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉഷാറായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വേറൊരു പ്രാർത്ഥന, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ. ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിച്ചാൽ വജബത്ത് ലഹുൽ ജന്ന, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നത് ദാക തുഅമുൽ ഈമാൻ, ആ മനുഷ്യൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിട്ടുണ്ട്. അൻ യുർളിയഹു യൗമൽ ഖിയാമ, ആ മനുഷ്യനെ നാളെ പരലോകത്ത് അല്ലാഹു ഇഷ്ടപ്പെടും. ഈ മൂന്ന് പ്രാർത്ഥനയുടെ വ്യത്യസ്ത റിപ്പോർട്ടുകളാണിത്. എന്താ പ്രാർത്ഥന? റളീതു ബില്ലാഹി റബ്ബൻ, പടച്ചവനെ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, എൻ്റെ റബ്ബിനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. റളീതു ബില്ലാഹി റബ്ബാ, എനിക്ക് ഇഷ്ടമാണ് എൻ്റെ റബ്ബിനെ. ആരെത്ര വിമർശിച്ചാലും, എത്ര കാര്യങ്ങൾ എന്തു പറഞ്ഞാലും, എൻ്റെ റബ്ബ് പറഞ്ഞ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ആളുകൾ കളിയാക്കി പറഞ്ഞാലും, നമ്മളിങ്ങനെ ഒരു മുസ്ലിം വൃത്തത്തിൽ ജീവിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒന്നും ഒരു വലുപ്പം പലപ്പോഴും ബോധ്യപ്പെടുകയില്ല. നമ്മളൊരു ചർച്ചയൊന്നുമില്ലാതെ നമ്മുടെ കൂട്ടുകാരൊക്കെ, നമ്മുടെ സംഘടനാ പ്രവർത്തകര് എല്ലാവരും മുസ്ലിം സുഹൃത്തുക്കള്, നമ്മളൊരു പൊതുസമൂഹത്തിലും പൊതു സംരംഭത്തിലും ജീവിക്കുമ്പോഴാണ് നമ്മുടെ ദീനിന്റെ നിലയും വിലയൊക്കെ നമുക്ക് മനസ്സിലാകുക. എന്നാൽ നമ്മുടെ ദീൻ എന്ന് പറഞ്ഞാൽ നിയമങ്ങളുള്ള ദീനാണ്. എനിക്ക് എൻ്റെ റബ്ബിനെ ഇഷ്ടമാണ്. വബിൽ ഇസ്ലാമി ദീനാ, എൻ്റെ ഇസ്ലാമിനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇസ്ലാമിന്റെ ഒരു നല്ല കാര്യം ചെയ്യുന്നത് പോലും ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടാവും. നമ്മൾ പറയാണ്, എനിക്ക് അങ്ങനെ എൻ്റെ പലിശന്റെ ക്രെഡിറ്റിൽ എൻ്റെ പലിശ എത്ര ഉണ്ട്, എൻ്റെ പലിശ എത്ര ഉണ്ട് എന്നത് വേറെ ഒഴിവാക്കാനാ ചോദിക്കണേ. പക്ഷെ അതുവരെ ഇയാൾ എന്തൊരു തീവ്രവാദിയാണോ, പലിശ എന്നൊക്കെ ഉപയോഗിക്കൂലേ, അതുവരെ ഇഷ്ടമല്ലാത്ത ആളുകൾ നമ്മൾ ഒഴിവാക്കാനാ ചോദിക്കണേ. പക്ഷെ അതുവരെ അത്ര പൈലൊക്കെ ഒരു സ്ട്രിക്റ്റ് വേണോ, അതുവരെ ഇഷ്ടമല്ല. നല്ലൊരു കാര്യം പോലും ഇഷ്ടമല്ലാത്ത നമ്മളിങ്ങനെ ഒരു വല്ലാത്തൊരു ഇതൊക്കെ കാണുമ്പോൾ ഒന്നും ശരിയല്ലല്ലോ എന്നൊക്കെ ഒരു നല്ലൊരു കാര്യം, അതായത് കുടുംബത്തിനും സമൂഹത്തിനും നാടിനൊക്കെ നന്മയുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുത്തവരെ ഇഷ്ടമല്ലാത്തതുണ്ട്. അവിടെയാണ് നമ്മൾ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നത്. പടച്ചോനെ, ഈ ഇസ്ലാമിന്റെ നിയമം ഉള്ളതുകൊണ്ടല്ലേ ഞാനൊക്കെ രക്ഷപ്പെട്ടു പോണേ. നമ്മൾ ഇസ്ലാമിനെ, നമ്മൾ പറഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടമാണ്. ഞാൻ നമ്മൾ എന്നുള്ള ഉദ്ദേശിക്കണത് നമ്മളെ കുട്ടികൾ, നമ്മളെ പേരക്കുട്ടികൾ, നമ്മളെ സ്കൂളിൽ നിന്ന് പ്ലസ് ടുവിനും ഡിഗ്രിക്കും ഒക്കെ പോണേ നമ്മളെ പെൺകുട്ടികൾ, ആൺകുട്ടിയെക്കാളും പെൺകുട്ടികൾ, ഇവർക്കൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമുണ്ടാകണം. ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്ത് പറയുന്നത്, 35 കോലത്തിൽ നമ്മളെ കുട്ടികൾ തലയിൽ ചുറ്റണത്. നമുക്ക് ഇതിനോടൊരു ഇഷ്ടമല്ല. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യാ, എനിക്കെന്റെ പ്രവാചകനെ, എൻ്റെ ഹബീബിനെ, എൻ്റെ അഷ്റഫുൽ ഖൽഖിനെ, എൻ്റെ ജീവനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് റിള എന്ന് പറഞ്ഞാൽ എന്താ? തൃപ്തി എന്നാണ്. ഇഷ്ടത്തിന് കുറെ അറബിയിൽ ഭാഷ ഉണ്ട്. പടച്ചോനെ, അല്ലാഹുവേ, ഞാൻ എൻ്റെ റബ്ബിനെ എൻ്റെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നു, എൻ്റെ ദീനിനെ ഞാൻ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നു, എൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നു. ഈ ഇഷ്ടം പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും പറഞ്ഞാൽ സ്വർഗാണ്. നമ്മൾ അല്ലാഹ് ഇഷ്ടപ്പെടും. മൻയുള്ളിയഹു യൗമൽ ഖിയാമ വജബത്തു ലഹുൽ ജന്ന, ദാക തുഅമുൽ ഈമാൻ. ഇത് പറയുന്നവനാണ്
ഈമാനിന്റെ മാധുര്യമുള്ളത്. അത് പറയാന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കാണ് ഇതിന്റെ അർത്ഥം. എല്ലാ സ്ഥലത്തും ഇസ്ലാമിന്റെ നിയമങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. കാരണം അതെന്താ? ഇത് വലിയൊരു അനുഗ്രഹമാണ്. എന്തിനാണ് മതത്തിന്റെ നിയമങ്ങൾ എന്ന ചോദ്യത്തിന് ഞാനിപ്പോൾ അടുത്ത് നമ്മുടെ ഹൈസക്കിനൊക്കെ പോയപ്പോൾ കുട്ടികളോട് ചോദിച്ചു, എന്തിനാണ് മക്കളെ നമുക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്തിനാ? കുട്ടികളോട് സ്വർഗം കിട്ടാനാണ്. ആണ്, അൽഹംദുലില്ലാ, നല്ല ഉത്തരാണ്. എന്നാ അതിന്റെ കൂടെ ഒരു ഉത്തരം കൂടി കാട്ടോളി. ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കുന്നത് സ്വർഗം കിട്ടാനാണ്. അതോടുകൂടെ ഈ ദുനിയാവിൽ സന്തോഷത്തോടെ ജീവിക്കാനാണ്. നമ്മൾ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിന്ന് നമ്മൾ മാറി സഞ്ചരിച്ചോ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ടെൻഷനുകൾ, ദുരിതങ്ങൾ, എല്ലാ മാറാപ്പും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. ഇസ്ലാമിന്റെ നിയമമാണ് പലിശയുമായി നമ്മൾ സമീപിക്കരുത്. പലിശയുമായി നമ്മൾ സമീപിക്കരുത്. അപ്പൊ നമ്മളിത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് പല ടൈപ്പ് സുഹൃത്തുക്കൾ ഉണ്ടാവും. നമ്മളിങ്ങനെ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ ഇല്ലേ, നമ്മളെ വൈഫ് ഓള് ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഞാനൊരു പുതിയ ബലാനോ വാങ്ങി. അപ്പോൾ മറ്റോം ഞാൻ ഈ വണ്ടി ഒന്ന് മാറ്റിയിട്ട് പുതിയൊരു മറ്റേത് വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സാധുക്കളാ പഴയ 2010 മോഡൽ സാധനം കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. കാരണം എന്താ, ഇവൻ്റെയും കാട്ടിൽ ചിലപ്പോൾ നമുക്ക് ഇതിന് ത്വാക്കത്തുണ്ടാവും, പക്ഷെ ഒന്നിച്ച് നമ്മളെ കയ്യിലില്ലാതെ പോലും അത് കൊണ്ടാണ് ഇത് കൊണ്ടാണ്. ഓൻ്റെ പെരയിൽ പോയപ്പോൾ അങ്ങനത്തെ പെര, ആ സൗകര്യം, ഈ സൗകര്യം. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ പല ആളുകളൊക്കെ ഇങ്ങനെ നമ്മൾ വണ്ടി പിടിക്കും. നമ്മളിപ്പോൾ എന്താണെന്നറിയോ, ഈ കാലത്തൊക്കെ ഇപ്പം അങ്ങനെയൊക്കെ പാടെ നോക്കിയാലൊന്നും ഇപ്പം ഇതൊന്നും നടക്കൂല. നമ്മളിങ്ങനെ എല്ലാം അങ്ങനെ ഇപ്പം വേറൊന്നിനും അല്ലല്ലോ, ഒരു പെര കയറ്റാനല്ലേ, വേറൊന്നിനും അല്ലല്ലോ, ഒരു വണ്ടി വാങ്ങാനല്ലേ. അപ്പം നമ്മളിങ്ങനെ പതറും. അവിടെ നമ്മളിങ്ങനെ പതറാതെ എൻ്റെ പടച്ചോന് ഇഷ്ടപ്പെടാത്തൊരു സംഗതി ഞാൻ ചെയ്യേ. അപ്പം നമുക്കിതിനോടൊരു ഇഷ്ടം അല്ലേ, നമ്മൾ ഫീലിംഗ് ആയി ഇങ്ങനെ നടക്കും. എന്താ ഇപ്പം ഇസ്ലാമിൽ ഉണ്ടായിട്ട്, ഇസ്ലാമൊക്കെ ശരിയൊക്കെ തന്നെയാണ്, ഇപ്പം എന്തായാലും ഇപ്പം ഒരു സുഖമൊന്നുമില്ല. അത് അങ്ങനെയല്ല, ഭയങ്കര അഭിമാനത്തോടു കൂടി ഞാൻ അങ്ങനെ ഒരു ഇടപാട് എനിക്ക് ഉണ്ടാവില്ല. അതിന് പെര പൊളിഞ്ഞാടാലും ശരി, എൻ്റെ വണ്ടി ഇല്ലെങ്കിലും ശരി, വണ്ടിയെ കുറിച്ച് ആളുകൾ കുറ്റം പറഞ്ഞാലും ശരി, എന്തായാലും ശരി, പലിശയുമായി ബന്ധപ്പെട്ട് നോ കോംപ്രമൈസ്. അതാണ് അപ്പോഴാണ് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുക. പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല. അതപ്പോൾ എ സി ഒരു കുറവാണല്ലോ, ആദ്യമായിട്ട് കയറി വരുത്തനെ നമ്മൾ എ സി ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. എ സി കൂടുതൽ ഉണ്ടാകണമെങ്കിൽ 5 കൊല്ലം കൂടി ഇൻഷാ അല്ലാഹ് കഴിഞ്ഞാൽ ഉണ്ടാവും എന്നറിയാം. ആയിക്കോട്ടെ. ഇതുപോലെ പെരീക്ക് ഒരാൾ വന്നപ്പോൾ അങ്ങനെ ആളുകളൊക്കെ ഇപ്പോൾ ഫീലിംഗ് ആയി നടക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സഹോദരൻ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ഫുള്ള് ടെൻഷനാടാ, ടെൻഷൻ. എന്താടാ പെരപ്പണി കഴിഞ്ഞിട്ട് എന്നിട്ടും എന്താ ടെൻഷൻ? നമ്മൾ ഒരിക്കലും ലിവിങ് റൂം ഒന്നും അങ്ങനെയല്ല സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം ഈ 12-13 റൂമിന് ഇടുകയാണ്, അതൊക്കെ ഒന്നൊരു വെഡിത്തരം പറ്റിയതാണ്. ആൾക്കാർ എന്തിനാ ടെൻഷൻ അടിക്കണ? നിങ്ങൾ ക്യാൻസർ വന്നീനല്ല, കിഡ്നി പോയിനല്ല, ഡയാലിസിസ് ചെയ്യണീനല്ല, മാരകമായ രോഗമുണ്ട് എന്ന് ഡോക്ടർ വിധി എഴുതിനല്ല, നല്ല 2500-3000 സ്ക്വയർ ഫീറ്റ് ഒരു വീട് കയറ്റിയിട്ട് പിന്നെ അതിൽ പോരാന്ന് പറഞ്ഞ് പിന്നെ മരിച്ചോളം ടെൻഷൻ അടിച്ചടക്കണ ആളുകൾ. അതാണ് മനുഷ്യന്റെ ഇവിടുത്തെ ഒരു അവസ്ഥ. അതാണ് അവിടെയാണ് നമ്മളിങ്ങനെ നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തിനെ കുറിച്ച് ആലോചിക്കുക, ഇങ്ങനെ ആലോചിക്കുക. ഇനി ഒരുത്തൻ എന്ത് ചെയ്തു നിങ്ങൾ ഇതൊക്കെ ഇസ്ലാം ഇതിനെ മാറ്റാന്ന് വിചാരിച്ചു. അത് പൊക്കപ്പാടൊന്നും നോക്കിയാൽ നടക്കൂലെന്ന് വിചാരിച്ച് എന്നിട്ടോ എന്ത് ബാങ്കിൽ പോയി അവനവിടുന്ന് ഒരു 15 ലക്ഷം 20 ലക്ഷം ഉറുപ്പ് എടുത്ത് ആ 20 ലക്ഷം ഉറുപ്പ് പ്രത്യേകിച്ച് മുജാഹിദുകൾ പ്രസംഗിക്കണോല്, പ്രസംഗം കേൾക്കണോല്, അല്ലാത്തവന് അത്ര തോന്നൂല. എന്നോട് ഈ അടുത്തൊരു സഹോദരൻ, ഒന്നും വെറുതെ പറയണല്ലോ കേട്ടോ, ഈ അടുത്തിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ അവൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കുന്ന ഒരു സഹോദരൻ. അത്ര ഒരു ഇസ്ലാമികമായ മൂല്യം ശക്തമായി സ്വീകരിക്കുന്ന ഒരാളൊന്നുമല്ല. എന്നാലും ഉംറക്ക് പോയപ്പോൾ അവിടെ ഒരു കോൾ ചെയ്തു. അങ്ങനെ ഒരു തെറ്റ് എന്നോട് പറയേണ്ട ആവശ്യമില്ല, പടച്ചവനോട് പറഞ്ഞാൽ മതി. എന്നാലും അവൻ്റെ ഒരു സമാധാനത്തിന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അവിടുന്ന് പ്രാർത്ഥിച്ചു. അതൊന്നും മനുഷ്യന്മാരോട് പറയാൻ തന്നെ പറ്റൂല അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എന്താണാവോ എൻ്റെ പുതിയ വണ്ടി എടുത്തതിന് ശേഷം ഫുള്ള് ജീവിതത്തിൽ തട്ടുമുട്ടാണ് കാരണം. അപ്പോൾ ഞാൻ ചോദിച്ചു ലോണാണോ? ആ ലോണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പോൾ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൽ ഞാനാണോ ഒന്നാമത്തെ പ്രതി എന്ന് ആലോചിക്കും. ഞാൻ വേറെ ആരും കുറ്റപ്പെടുത്തൂല. എനിക്കതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ആലോചിക്കുന്നു. ഞാൻ അവനോട് പറഞ്ഞടാ ഇജ്ജ് എന്താ ചെയ്യും? ഞാൻ അവനോട് പറഞ്ഞു ഞങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാ ജി, 1 2 ഒക്കെ ജോലി ചെയ്യുകയാണെങ്കിലും ഇതിനൊക്കെ നമുക്ക് കഴിയുമ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാൻ അവനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കിട്ടുന്ന പൈസക്ക് അതാണ് വെക്കുക, എന്നിട്ട് അവിടുത്തെ ഏർപ്പാടുകൾ നിർത്തുക, എന്നിട്ട് ജന ഇറങ്ങി നോക്കിയാൽ നല്ല സുഖം ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ ഒരു നിയമം തെറ്റിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സുഖവും പിന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എത്ര ആളുകളാണ് നിങ്ങൾ ഈ അടുത്തൊരു വീട്ടിൽ പോയി, അപ്പൊ നല്ലൊരു വീട് കയറ്റിയിട്ടുണ്ട്. ഞാൻ അൽഹംദുലില്ലാ നല്ലൊരു വീടാണല്ലോ. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ആ വീട്ടിൽ നിന്ന്
വീട് കയറ്റിയില്ലേ, അവിടെ ഒരു 4-5 സെന്റ് സ്ഥലം ഉണ്ടേനി. ആ വീട് കയറ്റിയത് കാരണത്താൽ ആ സ്ഥലം കൂടിയാണ് പോയി. എന്താ, സ്ഥലത്തിന്റെ ആധാരം വെച്ചിട്ടാണ് വീടിന് ലോൺ എടുത്തത്. ഇപ്പൊ എവിടെ ഉള്ളത്? വാടക വീട്ടില്. അവസാനം എന്തായി? 5 സെന്റ് സ്ഥലവും പോയി. അതാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാം സ്വർഗം കിട്ടാൻ മാത്രല്ല, നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു ടെൻഷൻ ഇല്ലാതെ ജീവിക്കാനുള്ളതാണ് മതം എന്നത്. ഈ മതത്തിന്റെ മൂല്യങ്ങൾ ഇതൊരു അനുഗ്രഹമാണ്, ഇതൊരു നിഅമത്താണ്. അതാണ് നമ്മളാ പ്രാർത്ഥിക്കുന്നത്, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ദീനിന്റെ നിയമങ്ങൾ ഇതൊരു അനുഗ്രഹമാണ് എന്ന നിലക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യണം. അതാണ് സഹാബിമാരൊക്കെ ചെയ്തത്. ഭയങ്കര അത്ഭുതമാണ്. ഇതൊന്നും പ്രസംഗിക്കാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ളത് എന്തായാലും എനിക്കറിയാം. നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു, അവർ ദീനിന്റെ നിയമത്തെ എങ്ങനെ ഇഷ്ടപ്പെട്ട്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിലെ ഒരു വചനം, 109-ാമത്തെ വചനത്തിന്റെ ഒരു ഭാഗം. ലൻ തനാലുൽ ബിർറ, നിങ്ങൾ പുണ്യം കരസ്ഥമാക്കുന്നില്ല, ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്നതുവരെ. ഈ ആയത്തിന് ഇറങ്ങിയപ്പോഴേ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് വന്നു. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് ഏതാ നിങ്ങൾക്കറിയാം? അങ്ങനെ ചൂണ്ടിക്കാണിച്ചു. ഇതാ ഈ മദീന പള്ളിയുടെ തൊട്ട് മുൻപിലുള്ള എൻ്റെ ബൈറുഹ എന്നുള്ള തോട്ടം. അപ്പൊ ആ ഹദീസിന്റെ വ്യാഖ്യാനം ഇങ്ങനെ വായിക്കുമ്പോൾ കാണാം, അള്ളാന്റെ റസൂൽ അതിൽ നിന്ന് ഈത്തപ്പഴം കഴിച്ചിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ, അതായത് അബൂ ത്വൽഹന്റെ ഈ തോട്ടത്തിൽ റെസ്റ്റ് എടുത്തിരുന്നു. പിന്നെ ആ തോട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ അറിയോ? ഒന്ന്, മദീന പള്ളിന്റെ തൊട്ട് മുൻപിലാണ് ആ തോട്ടം. രണ്ടാമത്തെ പ്രത്യേകത, നല്ല സുലഭമായി വെള്ളം കിട്ടിയിരുന്ന ഒരു തോട്ടേനത്. മദീന പോലൊരു സ്ഥലത്ത് വെള്ളം കുറെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിൽ നിന്നൊരു വെള്ളം കുടിക്കും, അത് കുളിക്കും, അങ്ങനെ ഒരു ആസ്വാദ്യകരമായ തോട്ടാണ്. അദ്ദേഹം നബിന്റെ അടുത്ത് വന്ന് പറയണേ, നബിയെ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാനിത് സ്വദഖത്തുൻ ജാരിയ, അതായത് വഖഫ് എന്നുള്ള പദം പിന്നെ വന്നതാണ്. സ്വദഖത്തുൻ ജാരിയ, ഇത് ഞാൻ ജറാന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, ഒഴുകാന്നൊക്കെയാണല്ലോ, നടക്കുക എന്നൊക്കെയാണ്. അപ്പൊ നടക്കണ സ്വദഖ പറഞ്ഞാല്, സഞ്ചരിക്കണ സ്വദഖ പറഞ്ഞാൽ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി, മരണശേഷവും ഒരു വിശ്വാസിയുടെ അമലിന്റെ ഹസനാത്തിന്റെ പട്ടികയിലേക്ക് വന്നെത്തിക്കൊണ്ടേയിരിക്കുക. അപ്പൊ റസൂലിനോട് പറഞ്ഞാൽ അതാണ് കൊടുക്കുകയാണ്. ഖൈബറിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ നല്ലൊരു തോട്ടം കിട്ടി. അപ്പൊ റസൂലിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എനിക്ക് അംഫസു ഇൻദിന, എൻ്റെ അടുത്ത് ഏറ്റവും മൂല്യമുള്ളത് ഖൈബറിലെ ഈ തോട്ടം, അതാണ് എനിക്കിഷ്ടം, ഞാനിത് അള്ളാന്റെ മാർഗത്തിൽ തരികയാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, പിന്നെ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ അസ്വല്, അതിന്റെ വലിയന്റെ സ്ഥാനം, അതായത് അതിന്റെ ഉടമസ്ഥത നീ കൈവശപ്പെടുത്തുക, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഫുഖറാക്കൾക്ക് നൽകുക. എന്നിട്ട് അതാണ് നമ്മൾ ഈ വഖഫിനൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് അതാണല്ലോ. ഇത് വിൽക്കാൻ പാടില്ല, ഇത് അനന്തരാവകാശം കൊടുക്കാൻ പാടില്ല, ഇത് ദാനം കൊടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ കൊടുക്കുകയാണ്. ഇത് വലിയൊരു സംഗതിയല്ലേ. ഞാൻ ഈ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരാളെ, വെറുതെ ഒരാളെ ഫോൺ ചെയ്തു. അയാൾ പറഞ്ഞു, ഞാൻ 10 ലക്ഷം റുപ്യ തരാം. അപ്പൊ അയാൾ എന്നോട് ഈ റമദാനിൽ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് കാണണം. അപ്പൊ ഞാൻ ഇങ്ങനെ ചെല്ലണത് വലിയൊരു വണ്ടിയിലൊക്കെ ഒരാൾ വരുന്ന മാതിരിയാണ് ഞാൻ ചെല്ലണത്. അപ്പൊ അയാൾ ഇങ്ങനെ പഴയ ഒരു സ്കൂട്ടിയും അങ്ങനെ വന്നു. ഞാൻ അതാ പറഞ്ഞതൊന്നും നമ്മൾ പറയാൻ യോഗ്യനല്ല, എന്നാലും നമ്മൾ പറയാം. അപ്പൊ നമുക്ക് പറയുമ്പോൾ കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുമല്ലോ. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇതൊരു കൂൾബാർ ഉണ്ട്, പിന്നെ ഞാൻ തോട്ടത്തിലായിരിക്കും എപ്പോഴും, ഞാനിവിടെ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് അതിൽ അധ്വാനിക്കാണ്. അപ്പൊ ഞാൻ അങ്ങനെ, അപ്പൊ മോനും ഭാര്യക്കും ഇതിലെന്താ അഭിപ്രായം ഞാൻ ചോദിക്കലില്ല. ഞാനവിടെ കൂൾബാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിമൊന്ന് ഓന് പോകാം. പിന്നെ ഓന് സ്ഥലവും ഞാൻ വാങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിയൊക്കെ പെരെ കൈമ കയറ്റിക്കോളുന്നു. അത് ഒരു ആഗ്രഹമാണ്. വേറെ ഒരു സഹോദരൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോക്കട്ടെ, ഞാൻ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ കാണണം, നിങ്ങൾ വരണം. ചെന്നു, ഞാനും എൻ്റെ ഒരു സുഹൃത്തും ചെന്നു. അപ്പോൾ ആ വീട്ടിൽ ഒലക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഇവിടുത്തെ ഇയാളുടെ ഭാര്യയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി. അപ്പോൾ ഒരു ഭാര്യ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇയാൾ എന്താ ചെയ്യുന്നത്? അയാൾ ഒരു പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകനാണ്, ഒരു മകൻ. ഇയാളെന്താ ചെയ്യുന്നത്? അയാൾ ഇവിടെ പോലീസിലാണ്, മലപ്പുറത്ത്. അപ്പോൾ മുപ്പര ഭാര്യ ഒന്നുള്ളത് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പ 37-ാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട്. ഉമ്മാൻ്റെ ഒരു ആഗ്രഹം, ഉമ്മ അങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും ചെയ്യണം മക്കളെ, നമ്മളൊക്കെ എന്തെങ്കിലും ആയാൽ. ഇത് ഉമ്മാൻ്റെ പൈസയാണ്, ഇങ്ങനെ തരികയാണത്. ഞാൻ അങ്ങനെ അപ്പം അങ്ങനെ ആലോചിക്കണേ, ഈ കാലത്തും സ്വാധീനം, അതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിച്ചു, ഞാൻ വീണ്ടും എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ടാണ് ഇശാ നിസ്കരിച്ച് പിന്നെയാണ് നിസ്കരിക്കാൻ വന്നത്.
ഇപ്പൊ നിങ്ങൾ ഇത്ര പോന്ന ഒരു പള്ളി ഇവിടെ ഈ നാട്ടിലെ ആളുകൾ കയറ്റിയില്ലേ, അതാണ് സ്വതക്കത്തുൻ ജാരിയ എന്ന് പറഞ്ഞ. ഒരു മകൻ പറഞ്ഞേ, ബാപ്പ മരിച്ചിട്ട് എത്ര വർഷമായി? 40 കൊല്ലായി. ബാപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? ബാപ്പ വളരെ ഉഷാറായിരുന്നു. ഞങ്ങൾക്ക് അതിരുകൾ എവിടെയാണ് എന്നറിയാത്ത സ്വത്തുപ്പുണ്ട്. പക്ഷെ എൻ്റെ ബാപ്പ അന്ന് കുരുമുളകിന്റെ വള്ളി ഇങ്ങനെ വെട്ടിയപ്പോൾ ആൾക്കാർ ചോദിച്ചു, എടാ ഈ കുട്ടിയൊക്കെ പാടുള്ളത് ഇതല്ലേ? എൻ്റെ ബാപ്പ വെട്ടിയിട്ട് പറഞ്ഞേ, എനിക്ക് അവിടെ എന്തെങ്കിലും വേണമെന്ന്. അന്ന് എൻ്റെ ബാപ്പ 2 സെന്റാ പള്ളിക്ക് കൊടുത്തത്. ഇന്ന് ഞങ്ങൾക്ക് അതിരുകൾ കാണാത്ത സ്വത്തുണ്ട്. ആ സ്വത്തിന് ബാപ്പാക്ക് കൂലിയുണ്ടോ? സ്വത്തിന് ബാപ്പാക്ക് കൂലില്ല. മക്കളുടെ അതിരുകൾ അറിയാത്ത സ്വത്തിന് ബാപ്പാക്ക് കൂലില്ല. ബാപ്പ പ്രതിസന്ധിയുടെ സമയത്ത് ആ വെട്ടിയ 2 സെന്റ് വെട്ടുണ്ടല്ലോ പള്ളിക്ക് കൊടുത്തേ, അതിന് ബാപ്പാക്ക് സ്വതക്കത്തും ജാരിയ. പിന്നെ ആ മനസ്സുണ്ടല്ലോ, അതിനായിരിക്കും പടച്ചൊപ്പം കുട്ടിയൊക്കെ അതിലും കൂടി തിരിയാത്ത സ്ഥലവും കൊടുത്തത്. പടച്ചം കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുക്കൂലേ? വല്ലാഹു വാസിഉൻ അലീം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ. എന്താ വേറൊന്നുണ്ടല്ലോ, പിന്നെ അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ, പിശാച് നിങ്ങളെ ഫഖറാണ് നിങ്ങളോട് എപ്പോഴും പറയാം. എന്നാൽ വല്ലാഹു യഇദുകും മഗ്ഫിറ, അല്ലാഹു പാപമോചനത്തെ കുറിച്ചാ പറയാ. അതിന്റെ അവസാനമൊക്കെ എന്താ? അല്ലാഹു ആണ് നിങ്ങൾക്ക് വിശാലമായി നൽകുന്നവനാണ്. ഞാൻ സൂചിപ്പിച്ചത് അവരുടെയൊക്കെ ജീവിതത്തിൽ ഇസ്ലാമിനോടുള്ളൊരു ഇഷ്ടവും താല്പര്യവുമാണ് സഹാബിമാരുടെ ജീവിതത്തിൽ, നമ്മുടെ നാടുകളിലുള്ള ആളുകളുടെ ജീവിതത്തിൽ. അപ്പൊ അതാണ് സ്വതക്കത്തുൻ ജാരിയ. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറെ കേട്ട ഹദീസായിരിക്കും. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കും, 3 കാര്യങ്ങൾ പിന്തുടരും: അഹ്ലുഹു വ മാലുഹു വ അമലുഹു. 1 ആളുകളാണ്, 2 പൈസയാണ്, 3 പ്രവർത്തനമാണ്. അപ്പൊ അഹ്ല് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ മരിച്ച കുറെ ആൾക്കാർ ചിലപ്പോൾ വരും. അപ്പൊ ഇങ്ങനെ എളാപ്പാന്റെ മൂത്തപ്പാന്റെ കുട്ടി പറയും, MLA വന്നീനി, മന്ത്രി വന്നീനി, ജില്ലന്റെ സെക്രട്ടറി വന്നീനി, KNMന്റെ പ്രസിഡന്റ് വന്നീനി. ഇതൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ, ഖബറിന്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. പൈസ എന്ന് പറഞ്ഞാൽ വണ്ടിയിലാണ് മയ്യത്ത് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അതിൽ ഫോർച്യൂണർ ഉണ്ടാവും, ഇന്നോവ ഉണ്ടാവും, ബെൻസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അവൻ തിരിച്ചു പോരും, പൈസക്കാരും തിരിച്ചു പോരും. പിന്നെ അവിടെ ഉണ്ടാകുന്നത് അമലാണ്. ആ അമലിൽ ഒന്നാണ് സ്വതക്കത്തുൻ ജാരിയ. ഞാനിവിടെ അത് പറയാൻ കാരണം, എനിക്ക് ആ പള്ളിക്ക് കയറിയപ്പം തോന്നിയ സംഗതികളാണ് ഞാനിവിടെ സംസാരിക്കണത്. വലിയൊരു സംഭവമാണത്. 10,000 രൂപ, 50,000 രൂപ, 1,00,000 രൂപ കൊടുത്തോ ഒരാൾ സുജൂദ് ചെയ്യുമ്പോ ആ സുജൂദിലെ മൂക്കും നെറ്റിയും കയ്യിന്റെ പാദങ്ങളൊക്കെ എവിടെ കുത്തുന്നോ അതിന് കൂലിയാണ്. 40 അല്ല, 400 അല്ല, 4,000 കൊല്ലം ഈ ലോകം മുന്നോട്ട് പോയാലും അതിന് കൂലിയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ നീയത്ത് കരുതണം. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ പള്ളി, മദ്രസ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരുമ്പോ പലതും ആളുകൾ. അപ്പൊ ഇങ്ങനെ നമുക്ക് ദാരിദ്ര്യം ഇങ്ങനെ വല്ലാതെ നമ്മൾ പറയും. നമ്മളതിൻ്റെ 5,000 റുപ്യ, 10,000 റുപ്യ, 50,000 റുപ്യ പടച്ചോൻ എന്തിനാ? ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്തിനാ? എന്റെ പരലോകത്തിന്. മക്കൾക്ക് ഞാൻ അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയിലല്ല നമ്മുടെ നാട് സത്യത്തിൽ മുന്നോട്ട് പോണത്. അവിടെയാണ് നമ്മൾ നമുക്കുള്ളത് ഉണ്ടാക്കുക എന്നത്. അപ്പൊ നമ്മുടെ ദീനിന്റെ നിയമങ്ങൾ നമുക്ക് അഭിമാനത്തോടുകൂടി നമ്മൾ ഓരോന്നും ചെയ്യണം. കാരണം നമ്മുടെ ദീൻ അങ്ങനെ ഒരു ദീനാണ്, നിയമങ്ങളുള്ള ദീനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ നമ്മുടെ എത്ര നിയമ. 3 ആളുകൾ കൂടി നിൽക്കുമ്പോൾ 2 ആൾ സ്വകാര്യം പറയാൻ പാടില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരാളോട്, പിന്നെ സാർ 1 മിനിറ്റ് കേട്ടോ, ഞാൻ അവരോട് കാര്യം പറയുന്നത്. അപ്പൊ ഒരാൾ ചോദിക്കുക, ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെയൊക്കെ പറയണേ, നിങ്ങൾക്കൊരു കാര്യമാണ് പറഞ്ഞാൽ പോരെ. നിങ്ങൾ ഇങ്ങനെ വളരെ വിനയത്തിൽ ഞാൻ പറയും, ഇനി ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ ദീനിനോട് എങ്ങനെ ആളുകൾക്ക് ഇഷ്ടമുണ്ടായത്? കാറ്റ് സ്റ്റീവൻസ് എങ്ങനെ ഇസ്ലാമുക്ക് വന്നത്? സൂറത്ത് യൂസുഫ് വായിച്ചിട്ടാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആയത്ത് ഓതിയിട്ടാണ്. കാരണം അത്ര വലിയ ദീൻ ഉണ്ടോന്ന്. ലോകത്തറിയപ്പെടുന്ന വലിയ സംഗീതജ്ഞൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നൊരൊറ്റ ആയത്തും ഇസ്ലാമുക്ക് വരികയാണ്. യൂട്യൂബ് കയറി നമ്മൾ കാറ്റ് സ്റ്റീവൻസ് ഒന്ന് അടിച്ചു നോക്കി, പഴയ അദ്ദേഹത്തിന്റെ പാട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം പറയണേ, ഇങ്ങനെയുണ്ട് ഒരു രക്ഷിതാവ്. ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് വെളുത്തവരുടെ രക്ഷിതാവ് എന്നാണ്. കറുത്തവൻ എന്ന് പറഞ്ഞാൽ നരവംശാസ്ത്ര പ്രകാരം മോശക്കാരൻ, വെളുത്തവനോ ഉന്നതൻ. അവിടെയാണ് ഒരു ഗ്രന്ഥം പറയുന്നത്. ജ്യേഷ്ഠൻ യൂറോപ്പിൽ നടന്ന ഒരു ഇസ്ലാമിക എക്സിബിഷനിൽ നിന്ന് വെറുതെ വായിക്കാൻ കുറെ ബുക്ക് കൊണ്ടേ കൊടുക്കലുണ്ട്. തൽക്കാലം ഈ ഒരു പുസ്തകം കടന്നോട്ടെ കൊണ്ടേ കൊടുത്തത്, അത് ഖുർആനേനി ആണ്. തുറന്നു വായിച്ചു. 2ാമത് സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫിലെ യൂസുഫ് നബിയുടെ വിട്ടുവീഴ്ച കണ്ടിട്ട് ഇസ്ലാമുക്ക് വന്നതായാലും അയാൾ പറയണേ, ഞാൻ ഈ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ ഇസ്ലാം എന്ന് പറഞ്ഞ വർഗീയത, തീവ്രത, വിട്ടുവീഴ്ച അല്ലാത്ത മതം. ഒരിക്കലും അങ്ങനെയല്ല. ജോസഫിന്റെ ചരിത്രം അങ്ങനെയല്ല പറയണത്. അദ്ദേഹം പറയണേ, കാരണം ജോസഫിന് ജ്യേഷ്ഠന്മാർ കൊല്ലാൻ വേണ്ടി എല്ലാം ചെയ്തു, മരിച്ചു എന്ന് വിചാരിച്ചു. അവസാനം ഈ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ജ്യേഷ്ഠന്മാർ മന്ത്രിയായ യൂസുഫ് നബിയുടെ അടുത്തെത്താണ്. അതാണ് ഈ ജോസഫ് എന്ന് പറയുന്നത്. യൂസുഫ് നബിയുടെ അടുത്തെത്താണ്. അവിടെ എത്തുമ്പോൾ യൂസുഫ് നബിക്ക് മനസ്സിലായി ഇതിനെ കൊല്ലാൻ വേണ്ടി നിന്ന ജ്യേഷ്ഠന്മാരാണെന്ന്. ഇവർക്ക് മനസ്സിലായില്ല.
അപ്പൊ അദ്ദേഹം പറയാണ്, നിങ്ങൾ അടുത്ത വരവിന് ആരെ കൊണ്ടുവരണം, അനിയനെ കൊണ്ടുവരണം വരെയൊക്കെ. അങ്ങനെ ബിനിയാമിനെയും കൊണ്ടുവരികയാണ്. പിന്നെ വാപ്പാനൊക്കെ ഇവിടെ എത്തിക്കണം. എന്നാണ് ബിനിയാമിന്റെ ചാക്കിൽ പതുക്കെ അളവ് പാത്രം എടുത്തിട്ട് ആ അളവ് പാത്രം അതിൽ നിന്ന് കിട്ടിയപ്പോൾ ഈ ഏട്ടന്മാരെ തനി സ്വഭാവം പിന്നെയും. അപ്പം മാത്രമൊന്നുമല്ല, ഫഖദ് സറഖ അഖുല്ലഹു ആണ് സൂറത്ത് യൂസുഫിൽ ഒരു ഭാഗം ഉണ്ടല്ലോ. ഇപ്പം മാത്രമൊന്നുമല്ല, ഇവനൊരു സഹോദരൻ ഉണ്ടേനി, ഓനും കള്ളനാണ്. ആരാണ് ഈ പറയുന്നത്? യൂസുഫ് നബിനെ. അതാണ് സ്കാറ്റ് സ്റ്റീവൻസ് പറയുന്നത്. ആദ്യം ഒന്ന് കൊന്നു, മരിച്ചു എന്ന് വിചാരിച്ച്, പിന്നെ ഒന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ഇതിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ജേട്ടന്മാരാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടതൊക്കെ കൊടുത്ത്, എന്നിട്ട് പിന്നെ ഇത് മരിച്ചുപോയി. ഇവർക്കറിയില്ലല്ലോ ജേട്ടനാണ്. പിന്നെയും പറയാം ഇവൻ മാത്രമൊന്നുമല്ല, ഇവനൊരു ജേട്ടൻ്റെ ഓനും കള്ളനാണ്. അപ്പോൾ യൂസുഫ് നബി പറയണം, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, എനിക്ക് നിങ്ങളോടൊന്നും ഒരു വെറുപ്പില്ലട്ടോ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇതിന് കണ്ടോടുകൂടി പറഞ്ഞു, ഇതിലേറെ വലിയൊരു മതം വേറല്ല, ഇതിലേറെ നല്ല ഒരു വേദഗ്രന്ഥം വേറെയില്ല. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ്. ആ ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഇസ്ലാം നമുക്ക്, ഞാൻ വീണ്ടും പറയുന്നത്, നമുക്കല്ല, നമ്മുടെ മക്കൾക്ക് ആ ഇസ്ലാം അഭിമാനമാകണം. ആ ഇസ്ലാം നമുക്ക് അനുഗ്രഹമാകണം. എത്ര നിയമങ്ങളാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ പ്രായമായ മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന് നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പറയല്ല. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം ചെയ്യാനും കഴിയില്ല. ഞാനും ചോദിക്കട്ടെ, 70 വയസ്സ് കഴിഞ്ഞ ഉമ്മയും ഉപ്പയും ഒരു വീട്ടിൽ 100% മരുമക്കളിലൂടെ 100% സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും നമ്മുടെ സമൂഹത്തിൽ? ബാപ്പിയമ്മി എന്നും മരുക്കൾക്കും മക്കൾക്കും ലാഭമാണ്. അത് നമ്മൾ മക്കൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം ഒരു കുട്ടിനെ നോക്കാൻ 500 റുപ്യ കൊടുക്കണം. നമ്മളുണ്ടല്ലോ, ഞാൻ എൻ്റെ വാപ്പാക്ക് വയസ്സായിക്കണം പറഞ്ഞാൽ വാപ്പാക്ക് ഒരു ഇവിടുന്ന് ബാത്റൂമൊക്കെ കണ്ട് പോകാൻ ബാപ്പാക്ക് കഴിയുന്നുണ്ടോ? ബാപ്പാക്ക് ഈ ലോകത്തന്നെ വാപ്പാനെ കൊണ്ട് ലാഭം നമുക്ക്. അതല്ല നോട്ടെന്ന് പറഞ്ഞാല്. ഉമ്മാക്ക് വയസ്സായിക്കണം. എത്ര വയസ്സായി? 70 വയസ്സ്. ഉമ്മ ഒറ്റക്ക് ബാത്റൂമിൽ പോലുണ്ടോ? എന്നാ അമ്മാക്കും വേണ്ടി നമ്മൾ ഒന്നും ചെയ്തു കൊടുക്കണില്ല. ഇല്ല. എപ്പോഴാ ചെയ്തു കൊടുക്കുക? നിങ്ങള് ഒരു മകള് വരികയാണ്, ഒരു മരോള് വരികയാണ്. മരോൾ ഇങ്ങനെ, പിന്നെ അയൽവാസികൾ ഇങ്ങനെ വരുമ്പോഴേ, വാതിൽ തുറന്നിങ്ങനെ വരുമ്പോ ചോറ് ഇങ്ങനെ വാരി കൊടുക്കുക. ഇതാണ് ആര് കാണുന്നത്? അയൽവാസി കാണുന്നത്. ചോറ് പുറത്തേക്ക് വന്നപ്പോ ഇങ്ങനെ തുടച്ചു കൊടുത്തു. ഞാനൊരു ശീലക്കണ്ട് എടുത്ത് വരട്ടോ. അത് എടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോ വന്ന അയൽവാസിനോട്, ഒന്നും ചെയ്തു തരൂല തെറ്റങ്ങള് എന്ന്. ശരിക്കും നോക്കൂലേ? ധാരാ കേക്കണേ? മരോള്, മകള്. എന്നിട്ട് അമ്മാനെ നോക്കണം. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാല്. എന്നിട്ട് അമ്മാനെ നോക്കണം. ആരാ ഉള്ളത്? ഒപ്പമുള്ള മകളുള്ളത്. ആരാ ചെയ്യണത്? മകനാ ചെയ്യണത്. ആ മകനെ കുറിച്ചും മകളെ കുറിച്ചും എന്താ പെങ്ങളൊക്കെ എനിക്കും വേണ്ടി ചെയ്യല് എന്ന് ചോദിച്ചാലും ഒരു വെറുപ്പില്ലാതെ ഇതിന്റെ അമ്മയാണ്. എന്റെ ഉമ്മാന്റെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, എന്റെ ഉപ്പയുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, എന്റെ ഉമ്മയുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ കോപം. വലിയ സംഭവമാണ്. ഞാൻ സത്യം പറഞ്ഞു, ഇവിടെ വന്നപ്പോ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഇതാ പ്രായമുള്ള ഒരാൾ, എൻ്റെ വാപ്പൻ്റെ 10ാം വയസ്സിൽ മരിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടം ഈ മലപ്പുറം ഭാഗത്ത് കൂടെ വരുന്നത് എൻ്റെ നാട്ടിൽ നിന്ന്. കാരണം എന്താ, നിങ്ങൾ മഞ്ചേരിയിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ അങ്ങാടിയിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകളായിരിക്കും. ഓല് കൂടിയിരിക്കണോ കാണുമ്പോൾ അങ്ങനെ പടച്ചോനെ ഒരു ബാപ്പുണ്ടായിരുന്നെങ്കിൽ. നമ്മളെങ്ങനെ ഇറങ്ങുന്നത്? ഇപ്പം എൻ്റെ ഉമ്മ മരിച്ചിട്ടിപ്പോൾ 6 മാസമായി. ഞാൻ അങ്ങനെ ആലോചിക്കും, പുതിയൊരു പൾമനോളജിസ്റ്റ് വന്നു, ശ്വാസകോശ വിദഗ്ധം വന്നു. എൻ്റെ മനസ്സിൽ ഉമ്മാനെ അവിടെ കാട്ടല്ലേ. പുതിയൊരു നെഫ്രോളജിസ്റ്റ് വന്നു. ഞാൻ ഇപ്പോൾ ഒരു 7 ദിവസം മുമ്പ് ബാത്റൂമിലാണ് വീണു. പടച്ചോനെ എൻ്റെ അമ്മങ്ങാനും വീണെങ്കിൽ, എൻ്റെ അമ്മ മരിച്ചിക്കണ്. എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്നതാ, എൻ്റെ അമ്മങ്ങാനും വീണെങ്കിൽ എൻ്റെ മനസ്സിൽ വരികയാണ്. ഞാൻ സൂചിപ്പിച്ചത്, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ എന്നത് നമ്മൾ അവർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നത് നമ്മുടെ ദീനാണ്. പ്രതിസന്ധി ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, പ്രായമായി എന്നുള്ളതല്ല. എനിക്ക് 4 കുട്ടികളാണ്. എൻ്റെ 4 കുട്ടികളെ, എൻ്റെ കുട്ടി സ്കൂളൊക്കെ പോകുമ്പോൾ ഒരുങ്ങുമ്പോൾ എൻ്റെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്ക്കാത്ത എൻ്റെ അമ്മ എൻ്റെ കുട്ടിൻ്റെ മുടി കെട്ടി കൊടുക്കണ്ടോ? എൻ്റെ അമ്മാനെ കൊണ്ട് ഈ ദുനിയാ വിളിച്ച് ലാഭാണ്. അപ്പോഴല്ല നമ്മൾ നോക്കണ്ടേ. പിന്നെയോ പറ്റക്കടന്നു. ഒരു 4-5 മാസമൊക്കെ അമ്മാരും പാപ്പാരും കടന്ന കണക്കിങ്ങനെ വരും. പിന്നെ ഞാൻ 3 ദിവസം നിന്നില്ലേ, എന്നുവെച്ച് 3 ദിവസം നിൽക്ക്. എൻ്റെ അമ്മ മാത്രമൊന്നും അല്ലല്ലോ, എൻ്റെ ഇമ്മയല്ലേ. കണക്കിങ്ങനെ വരും. പിന്നെ പോക്കിന്റെയും വരവിന്റെ ഒക്കെ കണക്ക് വരും. ജീവിതത്തിൽ ആര് നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും സ്വന്തം ചോര ഒരൊറ്റ ഉറപ്പ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടായാൽ മതി. ഇനി എന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ അമ്മാന്റെ തൃപ്തി എനിക്കുണ്ടോ? അതായിരുന്നു എനിക്ക് വിഷയം. പിന്നെ നമുക്ക് ആര് പറഞ്ഞാലും പ്രശ്നമാകണ്ട. പ്രശ്നമാകാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കണം എന്നല്ല, ആ ഉറപ്പ് നമുക്കുണ്ടോ? ഉമ്മാന്റെ കുട്ടിനെ ഉമ്മാക്ക് ഇഷ്ടാടാ. ഉമ്മാന്റെ കുട്ടിനെ അല്ലാതെ
ആരോടാണ് എനിക്ക് ഇഷ്ടമുണ്ടാകുക എന്നൊരു ഉമ്മയിൽ നിന്നൊരു ബാപ്പയിൽ നിന്നുള്ള ഒരു ചോദ്യം കിട്ടിയോ, അതിനേക്കാൾ ഇഷ്ടം ഒരു ഒരു മകനും ഒരു മരുമകളും ജീവിതത്തിൽ വേറുണ്ടാകുന്നില്ല. എങ്ങനെ നമുക്ക് അതുകൊണ്ട് കഴിയണത്? ദീനോണ്ടാണ്. നമ്മൾ ഒറ്റക്ക് കഴിയോ? ബാപ്പയും ഒരു വീട്ടിൽ ഒറ്റക്ക്, ഒരു മകൻ നാട്ടില്, മരോളും ഇവിടെ. ഇടക്കൊക്കെ ഞാൻ പോയോക്കലുണ്ട്. നമ്മൾ അങ്ങനെ ജീവിക്കോ? നമ്മൾ ആരെങ്കിലും അങ്ങനെ ജീവിക്കോ? മുസ്ലിമായോ ജീവിക്കോ? എന്താ ജീവിക്കാത്ത? നമ്മളെ നിയമം അതിന് സമ്മതിക്കണില്ല. നിയമം അങ്ങനെ ജീവിക്കണോന്ന് എന്താ നിയമമില്ലാത്തവനായിരിക്കും. ഓനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായി തോന്നില്ല. എന്താ പറയാ, അതിനെന്താ ഓൽക്ക് അതാണ് ഇഷ്ടം, ഓൽക്ക് ഒറ്റക്കിക്കണാണ്. നമ്മൾ അതൊന്നും നമുക്ക് നിയമമുള്ളതുകൊണ്ട് പടച്ചോനെ നമുക്കിത് പറ്റൂലല്ലോ. മുസ്ലിം അല്ലാത്തവരോട് വരെ ദുനിയാവിൽ നല്ലൽക്ക് നിൽക്കണം. അള്ളാന്റെ റസൂലെ ഞാൻ ഹിജറ പോകാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനും ഞാൻ ഇതാ ബൈഅത്ത് ചെയ്യുന്നു എന്നാണ് റസൂൽ ചോദിക്കാൻ. ആരാ നിന്റെ വീട്ടിലുള്ളത്? എന്റെ വീട്ടില് എന്റെ അമ്മയും ബാപ്പയുണ്ട്. വലാക്കിൻ കിലാഹുമ, പക്ഷെ അവർ രണ്ടുപേരും. എന്താ രണ്ടുപേരും? വീട്ടുക്ക് പോകുന്നു. വീട്ടുക്ക് പോയിട്ട് ഉമ്മാനും ബാപ്പാനും നോക്ക് റസൂല്. അപ്പൊ നമ്മൾ എത്ര സംഘടന ഉണ്ടെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും, എത്ര രാഷ്ട്രീയം ഉണ്ടെങ്കിലും, എത്ര പാർട്ടി ഉണ്ടെങ്കിലും, ഉമ്മാക്കും ബാപ്പാക്കുള്ള സമയം നമ്മൾ മാറ്റൂല. 10 കൊല്ലം എൻ്റെ അമ്മ രോഗിയായി, 10 കൊല്ലം ഞാനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഒരു മകൻ പറയാം, എന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ഞാനാണ് ഹോസ്പിറ്റലിൽ നിന്നത്, എൻ്റെ ഉമ്മയുടെ മരുന്ന് ഞാനാണ് വാങ്ങിക്കൊടുത്തത്. ഭയങ്കര സന്തോഷമായിരിക്കും നമ്മളെ ജീവിതത്തിൽ. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, പ്രായമുള്ളവർക്ക്, മരുമക്കൾക്ക് എല്ലാവർക്കും സുഖവും സ്വസ്ഥതയും സമാധാനവും കിട്ടുന്ന ഒരു നിയമമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. ഈ ഇസ്ലാം നമുക്ക് അഭിമാനമായി തോന്നണം, നമ്മുടെ മക്കൾക്ക് അഭിമാനമായി തോന്നണം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ 2024 ജീവിക്കണേ. ഇസ്ലാമിന്റെ നിയമത്തിന്റെ പവറാട്ടെ ഞാൻ പറയുന്നത്. നമുക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവർ വിചാരിക്കും, ഓലോല ദീനിന്റെ ഒരു മെജ പറയണമെന്നാ വിചാരിക്കുക. മെജ തന്നെയാണ് നമ്മൾ പറയുന്നത്. 2024 കേരളത്തിൽ അറിയപ്പെടുന്ന ഒരൊറ്റ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്താൽ ലക്ഷങ്ങൾ വാങ്ങുന്ന, ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കോടികൾ കിട്ടുന്ന, പ്രൗഢിയും പ്രതാപവുമുള്ള സിനിമാ നടിമാരുടെ റിപ്പോർട്ടാണ്. അവർ പീഡിപ്പിക്കപ്പെട്ടതിന്റെ റിപ്പോർട്ടാണ്. 6-ാം നൂറ്റാണ്ടിലേതല്ല, 2024 റിപ്പോർട്ടിന്റെ പേരാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. കാരണം എന്താണത്? എന്താണ്? കാസ്റ്റിംഗ് കൗച്ച്. ജോലി വേണോ? നടന്മാർ ചോദിക്കണോ കൊടുക്കണം. അഭിനയിക്കണോ? പ്രൊഡ്യൂസർ ചോദിക്കണോ കൊടുക്കണം. അവിടെ ഇസ്ലാം അങ്ങനെ നിയമം പറയാം. പഴയൊരു സിനിമാ നടി അടുത്ത് പറഞ്ഞേ, നമ്മള് ഒരു പ്രൊഡ്യൂസർ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഒന്നുകൊണ്ട് വരൂ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മകനെയും കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഭർത്താവിനെയും കൊണ്ടുപോകണം, അല്ലെങ്കിൽ അച്ഛനെയും കൊണ്ടുപോകണം. 1400 കൊല്ലം മുമ്പ് ഇസ്ലാം പറഞ്ഞു, ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റപ്പെടാൻ പാടില്ല, കൂടെ മഹറമ് വേണമെന്ന്. നിയമമാണ്. ഒരു മുസ്ലിം പെണ്ണിനോട് പറയാം, ഞാൻ ഈ ഹോട്ടലിലുണ്ട്, ഫ്ലാറ്റിലുണ്ട്, ഒരു കാര്യം ചർച്ച ചെയ്യാനാണ്. പെണ്ണിന്റെ അപ്പോതിന് പെൺകുട്ടികൾ, സ്വാതന്ത്ര്യമല്ല, ഒറ്റക്ക് പോകാൻ പറ്റൂല. ഒറ്റക്ക് പോയതപ്പോ വിലക്ക് വലിയ വലിയ ആൾക്കാർ ഒറ്റക്ക് പോയിട്ടാണല്ലോ ഇത്ര വലിയൊരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായത്. ഇസ്ലാം പറഞ്ഞു, എൻ്റെ വാപ്പ വേണം, അല്ലെ വല്യപ്പ വേണം, അല്ലെ ഭർത്താവ് വേണം, അല്ലെ സഹോദരൻ വേണം. അപ്പൊ സംരക്ഷണമാണ് ഇസ്ലാം എന്നത്. സംരക്ഷണമാണ്. ഒരാണും ഒരു പെണ്ണും ഒറ്റക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒറ്റക്ക് ഇരിക്കാൻ പറ്റൂല. മൂന്നാമത് പിശാച് വരും. ഇതേ സിനിമാ നടി പറയണേ, വസ്ത്രമൊക്കെ കുറച്ച് നന്നാക്കണം, വേഷമൊക്കെ കുറച്ച് നന്നാക്കണം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇസ്ലാമിന്റെ നിയമം ഒരു സംഭവമല്ലേ. ഞാൻ ഈ അടുത്ത് നമ്മളെ കുട്ടിയൊക്കെ ഒരു ക്ലാസ് എടുക്കാൻ പോയി, വലിയൊരു സദസ്സ്, ഒരു ഓഡിറ്റോറിയത്തിൽ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, മക്കളെ ഞാൻ നിങ്ങളോട് ആദ്യം ഒരു കാര്യം ചോദിക്കാം, അതിന് നിങ്ങളൊക്കെ എന്നോട് സത്യം പറയണം, എന്നാൽ എനിക്ക് ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. കാരണം നിങ്ങളുടെ മനസ്സെന്തെന്ന് അറിയാതെ ക്ലാസ് എടുത്തിട്ട് എന്താ കാര്യം? ഞാൻ അവരോട് ചോദിച്ചു, സത്യത്തില് ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ന്യായം പറയണോന്ന് തന്നെ വർഗീയവാദിയാണെന്ന് പറയുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കണേ. ആണ് ഞാനൊരു മുസ്ലിമാണ്, അതുകൊണ്ട് എൻ്റെ വേഷം, എൻ്റെ സംസ്കാരം, എൻ്റെ നമസ്കാരം, എൻ്റെ ആദർശം, എൻ്റെ അനുഷ്ഠാനം, ഇതൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതല്ല, ഈ ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഇസ്ലാമിക വേഷം ധരിക്കുന്നു, എടങ്ങാറായിട്ടല്ല, അഭിമാനമുണ്ട് എന്ന് എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നറിഞ്ഞു. ഞാൻ പോയ ഒരു സ്ഥലത്തൊന്നും 25% പെൺകുട്ടികൾ കൈ പൊക്കിയിട്ടില്ല. കാരണം എന്താ? അഭിമാനമില്ല. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് കുട്ടികളെ നിങ്ങൾക്ക് അഭിമാനമില്ലാത്തത്? കേരളത്തിൽ 1822 മുതൽ 1864 വരെ 43 കൊല്ലം ഒരു കലാപം നടന്നിട്ടുണ്ട്. ആ കലാപത്തിന്റെ പേര് ചാനാർ ലഹള എന്നാണ്.
മേൽശീല സമരം എന്നാണ്. എന്തിനാണ് ആ കലാപം നടന്നത് നിങ്ങൾക്കറിയോ? 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അങ്ങനെ ഒരു കലാപം നടന്നത് ശരീരത്തിൽ ഒരു പെണ്ണിന് ഒരു വസ്ത്രടാൻ. അതിന്റെ പേരാണ് ചാനാർ ലഹള എന്ന് 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ. എത്ര കൊല്ലം? 43 കൊല്ലം കലാപം നടന്നു. നാടാർ വിഭാഗത്തിലെ ചാനാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളൊക്കെ ക്രിസ്ത്യാനികളായി മാറി. എന്തിനെന്നറിയോ? ചാനാർ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് വസ്ത്രം ധരിക്കാൻ പറ്റാത്തത്. അത് മനുസ്മൃതിയുടെ നിയമമാണ്. അങ്ങനെയാണല്ലോ. ചണ്ടാല സ്വഭജനം തുബഹിത് ഗ്രാമത് പ്രതിശ്രയ അപപാത്രശ്ച കർത്തവ്യധനമേഷാം സ്വഗർദ്ധവം എന്നൊക്കെ പറഞ്ഞ സാധനം വായിച്ചു നോക്കിയാൽ കാണാം. ചണ്ടാലനും സ്വഭജനും ഒക്കെ ഗ്രാമത്തിന് വെളിയിൽ പോയി താമസിക്കണം എന്നൊക്കെ പറഞ്ഞ് വസ്ത്രം ധരിക്കാൻ പറ്റൂല. അപ്പൊ ഇവരൊക്കെ ക്രിസ്ത്യാനികളായി. എന്തിന്? ക്രിസ്തു മതത്തെ സ്നേഹിച്ചിട്ടല്ല. ഇവർക്ക് വസ്ത്രം ധരിക്കണം, നാണം മറക്കണം. എന്നിട്ട് ഓല് മറന്നു പറഞ്ഞു, ഞങ്ങളൊക്കെ മതം മാറിയിട്ടുണ്ട്, ഞങ്ങളൊന്നും ഇനി ചണ്ടാലന്മാരല്ല, ഞങ്ങളൊന്നും ഇനി എന്തല്ല, ചാനാർ വിഭാഗമല്ല, നാടാർ വിഭാഗമല്ല. എത്ര ക്രിസ്ത്യൻ പള്ളികൾ ഇവിടെ ചുട്ടരിച്ചു എന്നറിയ കലാപത്തിന്റെ പേരിൽ. ഈ സ്ത്രീകളുടെ വസ്ത്രം പറിച്ചിട്ട് ഇവിടുത്തെ ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾ 43. ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ 43 കൊല്ലം ഈ കേരളത്തിൽ കലാപം നടന്നിട്ടാണ് ശരീരത്തിലൊരു വസ്ത്രടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായത്. അവിടെയാടാ നമ്മുടെ ദീനുൽ ഇസ്ലാം യാ അയ്യുഹൻ നബിയു, പ്രവാചകരെ, കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. പ്രവാചകരെ, നിന്റെ മക്കളോട്, പെൺകുട്ടികളോട്, ഭാര്യമാരോട് തലയിൽ ധരിച്ച തട്ടം മാറിടത്തിലൂടെ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. നമുക്ക് അഭിമാനം ഉണ്ടാകണം. ധരിച്ചാൽ മാത്രം പോരാ, നമുക്ക് അഭിമാനം ഉണ്ടാകണം. ഈ വേഷം എൻ്റെ നബി പ്രവാചകൻ എനിക്ക് തന്നതാണ്, എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ് എന്നതിൽ അഭിമാനമുണ്ടാകണം. പക്ഷെ ഈ അഭിമാനം പലപ്പോഴും ഉണ്ടാകണില്ല. അങ്ങനെയാണല്ലോ. നമ്മൾ മുജാഹിദുകൾ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് അല്ലേ, നമ്മളെ കുറിച്ച് മറ്റുള്ളവരെ പറയാത്തതാവും. ആ ഒരു മുജാഹിദ് പെൺകുട്ടിയേക്കാരൻ. കാരണം എന്താ? അതെങ്ങനെയായിരിക്കും വേഷം. പക്ഷെ സംഗതി ഇപ്പം എന്താന്ന് ചോദിച്ചാൽ, വല്യമ്മാൻ്റെ അടുത്ത് ഉമ്മ കുറച്ചും കൂടി ഇങ്ങനെയായി, മകളും കൂടി ആയപ്പോൾ ഇപ്പൊ ഒരു പുതിയ കോലം തട്ടന്റെ ചുറ്റലാണ്. ഇപ്പത്തെ വേഷങ്ങളാൽ ഒരു 3-4 കൊല്ലം കൊണ്ട് വേഷത്തിന്റെ കോലൊക്കെ മാറി. ഈ ഇസ്ലാമിക വേഷം ഒരു സ്ത്രീ ധരിക്കുക എന്നത് സുന്നത്തല്ല. സുന്നത്താണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടില്ലേ. നമ്മളെ ബുദ്ധിയോട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ശരിക്കിന് മുടി കാണാതെ ഇങ്ങനെ തട്ടണ് ചുറ്റിയിട്ട് അത് ശരിക്കും ഇങ്ങോട്ട് താഴ്ത്തിയുടെ ബാക്കും മുന്നുക്കും എന്നുള്ളത് നിർബന്ധമാണ്. ഈ നിർബന്ധമുള്ള സംഗതിയാണ് മുജാഹിദ് തറവാട്ടിൽ നിന്നിറങ്ങുന്ന പെൺകുട്ടികൾ ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടിട്ട് പട്ടിക്ക് ഒരു ബെൽറ്റ് ഇടണ മാതിരി ഒരു ബെൽറ്റ് ഇട്ടിട്ട് കുട്ടികളോട് പോണത്. നമുക്ക് വരെ പ്രശ്നമില്ലാതെ നമുക്ക് വരെ അതിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമല്ല എന്നുള്ളടത്താണ്, കേൾക്കൂല എന്നുള്ളടത്താണ്. അവിടെ നമ്മളെ കുട്ടിയേക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാം എന്ന മതം നമുക്ക് അഭിമാനമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് അഭിമാനമാണ്. ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും ഇപ്പൊ നമ്മൾ കുട്ടികളോട് ചോദിക്കാം. നമ്മളെ കുട്ടികളോട് ഈ കുട്ടികൾ അങ്ങനെയാണ് പാറിങ്. ഇപ്പം എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, പഴയ ഒരു സുഹൃത്താണ്, പ്രഭാഷകനൊക്കെയാണ്. എന്നോട് കഴിഞ്ഞ കണ്ണൂർ പോയപ്പോൾ എന്നോട് റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞു, ജലീൽക്ക ത്വലാഖാകാണ്. എന്തേ? ഒന്നുമല്ല, ഓൽക്കൊക്കെ ഇങ്ങനെ പറന്ന് നടക്കണം. അതാണ് സ്വപ്നങ്ങൾ. ഇപ്പോഴത്തെ നമ്മളെ ഇടയ്ക്കൊരു ക്യാമ്പ് ഉണ്ട്. ഒരു ബാപ്പങ്ങ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു മുജാഹിദൊന്നും അല്ല, പക്ഷേ ഈ വെള്ളിയാഴ്ച ഈ പള്ളിയിലാണ് ഞാൻ കൂടിയത്. അപ്പോൾ പറഞ്ഞു, പെൺകുട്ടിയൊക്കെ ഒരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് എൻ്റെ കുട്ടീനെ അവിടെ ഇരുത്തിയേക്കണേ, നിക്കാഹ് കഴിഞ്ഞതാണ്, അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കി. ഞാൻ എൻ്റെ ബിസിനസ് ആവശ്യാർത്ഥം പല രാജ്യങ്ങളും കറങ്ങുന്ന ആളാണ്, പക്ഷേ ഇപ്പത്തെ ഈ കുട്ടികൾ പറയുന്ന ലോകം എന്താണെന്ന് ഇച്ചിഞ്ഞും തിരിഞ്ഞിട്ടില്ല. സ്വപ്ന ലോകത്താണ് നമ്മുടെ മക്കൾ. പറക്കുകയാണ്. പക്ഷെ കുട്ടികൾ മനസ്സിലാക്കട്ടെ, പട്ടങ്ങനെ പറക്കുമ്പോഴും ഇവിടെ ഒരു പിടുത്തമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറക്കണത്. ഒരു പിടുത്തമല്ലാതെ നമ്മളെ കുട്ടികൾ അങ്ങനെ പറന്നു കഴിഞ്ഞാൽ ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുട്ടികൾക്ക് ജീവിതം ഉണ്ടാവില്ല. നമ്മൾ വിവാഹം കുട്ടികളൊക്കെ പറയാം, കല്യാണം വേണ്ടേ, കല്യാണം വേണ്ട, ആയിക്കോട്ടെ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ വാപ്പാരും മുന്നടക്കാ പറയണേ. ഞങ്ങൾ 11 മക്കളാ, അതിൽ 11ാമത്തെ ആളാ ഞാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് 4 കുട്ടികളുണ്ട്, എല്ലാവർക്കും 5-6 കുട്ടികളാണ്. അപ്പൊ എനിക്ക് എത്ര പെങ്ങന്മാരുണ്ടാവും? 6 പെങ്ങന്മാരാ, 4 ജ്യേഷ്ഠന്മാരാ. ഉമ്മള്ളപ്പോൾ എല്ലാവരും പെരയിലുണ്ട്, ഇപ്പോഴും വരും. അപ്പൊ എനിക്ക് കുറെ പെങ്ങന്മാരെ കുട്ടികളും ബലും ഇതൊക്കെ കുറെ ഉണ്ട്. ഞാൻ ഒലക്കെ മനസ്സിൽ വെച്ചിട്ടാ പറയണത്. കല്യാണം വേണ്ട എന്ന് നമ്മുടെ കുടുംബത്തിൽ പറയുന്ന ഒരു കുട്ടി കല്യാണം വേണ്ടാഞ്ഞിട്ട് തന്നെയാണ്, പഠിച്ചാൻ തന്നെയാണ് എന്ന് നമുക്ക് എത്ര ആൾക്കാർക്ക് ഉറപ്പുണ്ട്? അപ്പൊ ഞാൻ ചോദിക്കേടി, എൻ്റെ കുട്ടിക്ക് കല്യാണം വേണ്ടേ? കല്യാണം വേണ്ടെന്നാ പറയണത്. ഇജൊന്ന് ചോദിച്ചു നോക്കിയാ ആരെങ്കിലും ഉണ്ടോ? ഞനക്ക് ചോദിക്കാൻ, അല്ലെങ്കിൽ ഓനോടൊന്നും ചോദിച്ചു നോക്കിയാ ഓൻ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും കണ്ടു വെച്ചിക്കണോ? നമുക്ക് നമ്മളെ കുട്ടികളുടെ കാര്യത്തിൽ ഉറപ്പില്ല. വല്ലാത്തൊരവസ്ഥയിൽ കൂടെ നമ്മൾ പോണേ. നമ്മളെ കയ്യിൽ നിന്നാണ് പോവുകയാണ്. 9 മണിക്കൊരു കുട്ടിയാണ് പോവുകയാണ് ചെക്കൻ്റെ ഒപ്പം. എന്നിട്ട് 3 മണിക്ക് ഇങ്ങനെ കയറി വരാം, ഉമ്മ അവിടെ തന്നെ ഉണ്ട്, പ്രശ്നമല്ല. എന്നിട്ട് എന്താ ആള് പിന്നെ കരുതി ഉപദേശിക്കണേ,
കാരണം മറ്റോടത്ത് കണ്ടില്ല തൂങ്ങിച്ചത്തത്. നമ്മൾ അങ്ങനെ പോവുകയാണെങ്കിൽ പോട്ടെ വിചാരിച്ചാന്നല്ലാതെ ഒരു നിയമവും നിയന്ത്രണവും മക്കൾക്കില്ല. അപ്പം ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ ലീവാണല്ലോ, ഞാൻ മൊത്തത്തിൽ എൻ്റെ നാടിറക്കാൻ പറയുന്നത്. എൻ്റെ നാട്ടിൽ ഞാൻ റമദാനിൽ 2 ക്ലാസ് എടുത്തു. ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ പറയും, എൻ്റെ അമ്മായികളും ഇളയന്മാരും മൂത്തന്മാരൊക്കെ തന്നെ ഉണ്ടാകും. ഞാൻ പറയും അടുത്തൊരൊറ്റ ക്ലാസ്സിന് ദയവേത് നിങ്ങളെന്നെ മുമ്പ് കാണരുത് കേട്ടോ അറിയാം. ഒക്കെ മക്കളെ കൊണ്ടുവന്നിരുത്തണം, നിങ്ങൾ പെരക്ക് കാവലിക്കണമെന്ന് അറിയും. നിങ്ങളെ പെൺകുട്ടികളെ തന്നെ കൊണ്ടുവരും വേണം, ആൺകുട്ടികളെ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും കാര്യമില്ല മാണ്ടില്ല. കാരണം എന്താ പറയുക, ആൺകുട്ടികൾ ഇപ്പൊ ഇവിടെയൊക്കെ ഓക്കെ ആയിരിക്കും, ആൺകുട്ടികൾ 2ാം കുത്തുബക്കെങ്കിലും പള്ളിയിലെത്തുന്നുണ്ട്. ഞാൻ മുമ്പ് കുത്തുബാറിന്റെ പള്ളിയിൽ ഞാൻ ചോദിച്ചു, ഒരു പ്രത്യേക ഒരു ആഘോഷത്തിന്റെ ദിവസം എനിക്കതൊക്കെ പാടെ കണ്ടിട്ട് ഇങ്ങോട്ട് ടെൻഷൻ അടിച്ച്, എന്താ കുത്തുബ പറഞ്ഞ നോട്ടൊക്കെ മുന്നിലുണ്ട്, പക്ഷെ എന്തൊക്കെ പറയണമെന്ന് ഒരു ഐഡിയ ഇല്ല. അവൻ്റെ സഹോദരി അവിടെ ഉണ്ടോ പറഞ്ഞു, ഇന്ന് എന്ത് ഉഷാറായി, ഇച്ചൊന്നും മനസ്സിലായില്ല ആറിൻ്റെ പെങ്ങളോട് ഞാൻ ഏതോ ഒരു ലോകത്തെ ഞാൻ പറയണേ. അന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഒന്ന് ബാക്ക് നോക്കിയായിരുന്നു, അപ്പോൾ നോക്കിക്കോളിയായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര മക്കളെന്ന് പള്ളിക്കുണ്ട് നിങ്ങളെ ബാക്കിൽ? ഇല്ലല്ലോ. 2ാം കുത്തുബക്ക് ഞാൻ പറഞ്ഞു, കുറേ ആൾക്കാരൊക്കെ 2ാം കുത്തുബക്ക് വന്നോണെന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ ഓക്കെ ആയിരിക്കും, പല സ്ഥലങ്ങളിലും മുജാഹിദ് പെൺകുട്ടികളോട് ചോദിക്കാം, ഒരു കൊല്ലത്തിനിടക്ക് +2 പഠിക്കണേ, ഡിഗ്രി പഠിക്കണ ഒരു പെൺകുട്ടി ഒരു കൊല്ലത്തിനിടക്ക് ഒരാഴ്ച മുജാഹിദ് പള്ളിയിൽ കൂടി എത്ര കുട്ടികളുണ്ടാവും? പെങ്ങളും ഞാനൊക്കെ ഈ സംഗതികൾ നിർത്തുകയാച്ച. ഞാൻ എൻ്റെ പ്രസംഗിക്കാൻ പോകലും ഈ ദൂരം അത് ഇത് നമ്മളെ ജോലി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ പ്രസംഗിക്കാൻ പോകലും നിർത്തുകയാണ്. വെള്ളിയാഴ്ച കുത്തുബി നിർത്തുക. നമ്മൾ ജോലി കഴിഞ്ഞ് ശമ്പളം വാങ്ങി അതുകൊണ്ട് 2 കിലോ മീൻ വാങ്ങി, 1 കിലോ ഇറച്ചി വാങ്ങി പെരി പോയി നമ്മളൊക്കെ പിടുത്തം വിടും. എല്ലാവരും ഇടക്ക് ഇപ്പം ഈ ക്ലാസ് ഇവിടെ ഇങ്ങനെ ഇടക്ക് സംഘടിപ്പിക്കണമല്ലോ. ഞാൻ അതിൻ്റെ പോസ്റ്റർ പലപ്പോഴും കാണലുണ്ട്. എന്തിനത് സംഘടിപ്പിക്കണ നിങ്ങൾ? നമുക്ക് ബോധം ഇങ്ങനെ ഉണ്ടാകാനാണ്. ഇല്ലേ, നമ്മൾ ദുനിയാവിൻ്റെ ചർച്ചയിൽ ഇങ്ങനെ പോകും. നമ്മുടെ പെൺകുട്ടികളൊക്കെ പലപ്പോഴും ഒരു ക്ലാസ്സും കേൾക്കണില്ല, ഒരു ജുമാക്കും പോകണില്ല. എന്നാൽ അവരുടെ കയ്യിലുള്ള ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു കുട്ടി പൊളിഞ്ഞാടാനായ ഒരു പെരിയിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു മൊബൈലില് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ തോന്നുന്നത്? നിങ്ങൾ ഒരു കൊട്ടാരത്തിൽ ഇരിക്കണ മാതിരിയാ തോന്നുക. അത്ര സുഖത്തിലാണോ അല്ലെ ലോകം? അതാണ്. ഈ ലോകത്ത് നിന്നാണ് നമ്മുടെ മക്കളെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരേണ്ടത്. കുറച്ച് സ്ട്രിക്റ്റായി കാര്യങ്ങൾ പറയേണ്ടത്. ഇന്നലെ ഒരു പോലീസുകാരൻ പറഞ്ഞു, മക്കളെ സ്നേഹിക്കണം. വലിയൊരു കേസ് ഉണ്ടായി. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞതാ, മക്കളെ സ്നേഹിക്കണം, മക്കളെ ഉപദേശിക്കണം, മക്കളെ ശാസിക്കണം, മക്കളെ അടിക്കണ്ടോടത്ത് അടിക്കും വേണം. ആരാ നമുക്ക് ഈ സൈക്കോളജി ഒക്കെ പറഞ്ഞത്? ഞാനും 2 കൊല്ലം ഇതൊക്കെ പഠിച്ചതാണ്. എൻ്റെ അമ്മക്ക് ഒരു സൈക്കോളജി ഇല്ലേ, വിദ്യാഭ്യാസം വേണ്ട സൈക്കോളജിക്ക്. പക്ഷെ 11 മക്കളെ നോക്കിയില്ലേ, അത് എൻ്റെ മാതിരിയുള്ള ഒരാളെയൊക്കെ നോക്കിയില്ലേ. എനിക്ക് തന്നെ വലിയ ബഹുമാനം മാനോട്. അതാ ചെന്ന് നഷ്ടപ്പെടുകയാണ്. കുടുംബങ്ങളിൽ ഈ ദീൻ അഭിമാനമാണ് എന്ന ഉപദേശമല്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതറിയോ? വദുഖുറു ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. ഇസ്മായിൽ നബി തന്റെ കുടുംബത്തോടും തന്റെ ആളുകളോടും നമസ്കാരത്തെക്കുറിച്ചും സക്കാത്തിനെ കുറിച്ചും കൽപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. അത് നമ്മളും കൽപ്പിക്കണം. നമ്മുടെ മോനോട് പറയാം, 10 വയസ്സായ കുട്ടി ഉണ്ടായാല് എല്ലാം ചെയ്തു കൊടുക്കുക, ആവുകയാണ് വാങ്ങിക്കൊടുക്കുക. സംഗതി മോനെ 5 മണിക്ക് എഴുന്നേൽക്കണം. ബാപ്പാന്റെ കുട്ടി 5 സ്നേഹത്തില് 5 മണി എന്നും ബാപ്പാന്റെ സുബൈക്ക് പള്ളിക്കൊക്കെ പോരണം. സ്ട്രിക്റ്റ് നിയമം. ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റൂല എന്ന് തോന്നണം എന്ന് പറഞ്ഞാൽ അതിനൊരു ബാപ്പാക്ക് കഴിയൂലെങ്കിൽ പിന്നെ ബാപ്പ ഉമ്മ എന്നുള്ള പേര് നമ്മൾ മാറ്റണം. നമ്മൾ ബാക്കിയുള്ളവരന്മാരും ഇതാണ് ബാപ്പ എന്ന് പറഞ്ഞാൽ. നമ്മൾ വലിയൊരു പണ്ഡിതന്റെ അടുത്തേക്ക് ആളുകളൊക്കെ അങ്ങനെ പോയതാണ്. അപ്പോൾ 40-48 വയസ്സായ മകൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് കിടക്കണോട് തന്നെയാണല്ലോ. എടാജ് നിസ്കരിച്ചോ ചോദിച്ചാലോ, വൈകിക്കണ് ഇല്ല പറഞ്ഞാലോ, എന്നാ ഇവിടെ പറഞ്ഞാലോ, എടുത്തേക്ക് വന്ന് കടക്കണോടത്തൊന്ന് കൊടുത്തു പറഞ്ഞു. മകൻ ചിരിച്ചുകാണ്ട് ഓൻ പെട്ടെന്ന് പോയാണ്, തിരക്കിലാണ്. ഇതാണ് ബാപ്പാരെന്ന് പറഞ്ഞാൽ, ഇതാണ് ഉമ്മാരെന്ന് പറഞ്ഞാൽ. നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഈ അഭിമാനകരമായ ദീൻ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളാകെ മാനം കെടും. ഇല്ലെങ്കിൽ പിന്നെ മാനക്കേടിന്റെ മാർജിൻ ഇപ്പുറത്തേക്ക് മാറ്റി വരക്കേണ്ടി വരും. കാരണം നാട്ടിലൊരു 15 ആൾക്കാരെ കുട്ടികൾ ചാടിപ്പോയാൽ പിന്നെ ആ മാർജിൻ മാനക്കേട് അല്ലാതെയാവും. കാരണം എന്താ, കാര്യപ്പെട്ടവർത്തൊക്കെ ചാടിപ്പോയില്ലേ, വലിയ പ്രശ്ന. ബാപ്പ സുബൈക്ക് എണീക്കാണ്, വാതിലൊക്കെ ഞാൻ പറഞ്ഞു, വാതിലിങ്ങനെ തുറന്ന് കിടക്കുകയാണ്. ആകെ ബേജാറാവൂലേ? ഈ പുരോഗമനം എന്ന് പറഞ്ഞ സാധനമൊക്കെ നാട്ടുകാർ കാണുമ്പോൾ നല്ല കൗതുകക്കാരൻ. അവനാൻ്റെ പെണ്ണുങ്ങൾക്കും കുട്ടികളെയും കൊണ്ട് കാരണം അപ്പം മനസ്സിലാവും. വാതിലിങ്ങനെ തുറന്ന് കിടക്കുകയാണ്. ആകെ ബേജാറായി ഈ ബാപ്പ, വലിയൊരു മനുഷ്യനെ. പെണ്ണുങ്ങൾ അവിടെ ഉണ്ട്, ചെക്കൻ അവിടെ ഉണ്ട്, പെണ്ണിനെ കാണാനില്ല. പിന്നെ വയനാട്ടിൽ നിന്നാ കോള് വരുന്നത്, ഞാനും ഓനും അവിടെ ഉണ്ട്. ഏതായി ഓം? ഇടക്കിടക്ക് വരുന്ന ഫ്രണ്ട്. ഉമ്മ അങ്ങനെ വരുമ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കുക, മിച്ചർ വെച്ച് കൊടുക്കുക, ചിപ്സ് വെച്ച് കൊടുക്കുക. ഉമ്മ ഫ്രണ്ട് വിളിക്കാം, അമ്മ ഫോണും തന്നാണി.
പിന്നെ ഓൾക്ക് സ്വന്തമായി ATM അക്കൗണ്ട്, പിന്നെ ഓൾക്ക് സ്വന്തമായി ഗൂഗിൾ പേ, പിന്നെ ഓൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ. എന്നിട്ട് നമ്മൾ പറയാം എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. അവസാനം ഒരു പോലീസുകാരനെ കഴിച്ചിലാക്കി. പോലീസുകാരെ ഒഴിച്ച് പറഞ്ഞല്ലോ, മോളെ എങ്ങനെ നോക്കണതാടി, അങ്ങനെയൊന്നും ആരും പറയില്ല, അതൊക്കെ കേസാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഓലെ ഇഷ്ടത്തിന് വിടണം. ഇപ്പൊ തൽക്കാലത്തും ജോന്റെ ഒപ്പം പോയിക്കോ, ഇപ്പൊ തൽക്കാലം ബാപ്പാന്റെ ഒപ്പം ഉമ്മാന്റെ ഒപ്പം പോകാന്നൊന്ന് പറയുന്നു. അപ്പൊ അത് പറഞ്ഞത് അൽഹംദുലില്ലാ. ആര്? ബാപ്പ പറയാം അങ്ങനെ പറഞ്ഞല്ലോ, അത് അൽഹംദുലില്ലാ. അവിടെ നമ്മൾ നിൽക്കുകയാണ്. ഒരു ബാപ്പ ഒരു 7:30 മണിക്ക് പെരേക്ക് വരികയാണ്. എന്നിട്ട് എന്തിനാ വന്നത്? എന്നിട്ട് ഉമ്മ ഉണ്ട്, ഉമ്മാനൊന്ന് കാണണം. എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ്, ഞാനും വൈഫൊക്കെ സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ്. അപ്പൊ എനിക്കിങ്ങനെ വേറെന്താ, അപ്പൊ ഇങ്ങനെ നമ്മൾ പോകാൻ പറയാൻ പറ്റൂലല്ലോ. ഒന്നുമല്ല, കുറെ കഴിഞ്ഞപ്പോൾ അരമണിക്കൂർ ചെറുക്കനൊരു കല്യാണം വേണം, ആയിക്കോട്ടെ നോക്കുക. അങ്ങനെയുള്ള ആൾക്കാർ വിചാരിക്കപ്പോ നമ്മളടുത്തൊക്കെയാണ് ഈ പെണ്ണ് എന്നുള്ളതാണ്. അതിന് തെറ്റി നടക്കണമല്ലോ ഉണ്ട്. മൂപ്പരൊരു പെണ്ണ് കാണിച്ചെന്നില്ല, നമ്മക്ക് തന്നെ പെണ്ണ് കാണാൻ കുറെ നടന്നിക്കണം നമ്മൾ. അപ്പൊ ആയിക്കോട്ടെ, ഓന് തൈറോയിഡിന്റെ ഒരു അസുഖമുണ്ട്. അത് ആളുകൾക്ക് ഇപ്പൊ ഷുഗറും പ്രഷറൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ട്. പിന്നെ അതല്ലേ, പിന്നെന്താ, ഓൻ ലഹരി ഉപയോഗിക്കും, കഞ്ചാവ്. വാപ്പ പറയണേ സുബൈക്ക് പള്ളിക്കും വരും. അതാ വാപ്പ പറഞ്ഞു, സുബൈക്ക് പള്ളിക്കും വരും, കഞ്ചാവ് ഉപയോഗിക്കും. വാപ്പാരെ സങ്കടാണിതേ. നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇങ്ങനെ ഒരു കാലത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഇങ്ങനെ വളരുമ്പോൾ നമ്മളൊക്കെ തന്ത വൈബാണോ അല്ലെ അഭിപ്രായത്തിൽ? തന്ത വൈബ് പറഞ്ഞാൽ തന്ത വൈബ് ഓലൊക്കെ ശരിക്കിന് വൈബിന്റെ ആളുകൾ. ഇവിടെ നമ്മൾ ശരിക്കും നമ്മളെ കുട്ടികളെ നോക്കണം. മഗ്രിബിന്റെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ഖുർആൻ എടുക്കുക, ഉറക്കനട് ഓത് നമ്മൾ. പിന്നെ നമ്മൾ ഓതിക്കോളിടാന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഓത്തവിടെ ഉണ്ടാവും. ഭാര്യനോട് നമ്മൾ പറയാം, ഭാര്യ ഭർത്താവിനോട് പറയാം, നോക്കി ഇനി നമ്മൾ ഞമ്മക്കും വേണ്ടി മാത്രം ജീവിച്ചാൽ പോരാ, നമ്മുടെ മക്കൾ ശരിയാകണോ, ഉമ്മയും ബാപ്പയും കട്ടക്ക് നിൽക്കണം. ഞാൻ അങ്ങനെ ചിലപ്പോൾ ആലോചിക്കും, ചില നല്ല ഇൽമുള്ള പാണ്ഡിത്യമുള്ള ഇസ്ലാമിക പാരമ്പര്യമുള്ള കുടുംബത്തിനോ കുട്ടികൾ നാശമായി പോകാനുള്ള ഒരു കാരണം. ഞാനതിനെക്കുറിച്ചൊരു പഠനം ഇങ്ങനെ നടത്തിയില്ല. എനിക്ക് മനസ്സിലാക്കിയാൽ എന്താ അറിയാം, അവിടെ ഖുർആൻ ക്ലാസ്സും കാര്യമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്താ വെച്ചാൽ ബാപ്പാക്ക് ഉമ്മാൻ്റെ ഇടയിൽ ഒരു നിലയും വിലയും ഉണ്ടാവില്ല. ഇല്ലേ, ബാപ്പ ഒരു കാര്യം ഉപദേശിക്കാൻ, എടാ മോനെ ആ മൊബൈൽ ഫോൺ ഒന്ന് ബാപ്പാന്റെ കുട്ടി ഒന്ന് എടുത്തുവച്ചാ, ഒപ്പം അങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കലില്ലേ? രണ്ടും ശരിയാണ്. ഇപ്പൊ എടുത്തിട്ടുള്ളൂ, ബാപ്പ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, കഴിഞ്ഞ്. അസറിന് ചെക്കൻ കടന്നുറങ്ങാ, അപ്പൊ അമ്മ നീറ്റ ബാങ്ക് കൊടുത്തിക്കണേ, ബാപ്പാനൊപ്പം പള്ളിക്ക് പോയിക്കാ, ഇപ്പൊ അങ്ങോട്ട് വന്ന് കടന്നിട്ടുള്ളൂല്ലോ, എന്തിനാണിത്? കഴിഞ്ഞ്. പല കുടുംബത്തിലും കുട്ടികൾ മോശമായി പോകാനുള്ള കാരണം ബാപ്പ പറയുന്നതിന് ആകെ നിലയും വിലയില്ലാത്ത സ്ഥലം ഉമ്മാന്റെ ഇടയിലായിരിക്കും. ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുത്ത് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഖുത്തുബ പറയുന്ന ഒരു സഹോദരൻ കൂടെ ഉണ്ട് എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയണം, നന്മക്ക് വേണ്ടി പറയണം. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് കണ്ടിട്ട് മുമ്പ് കണ്ണിൽ വെള്ളം പൊട്ടി പറഞ്ഞു, നിങ്ങൾ പറയണത് സത്യമാണ്, എൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞു, ഒരാഴ്ച സുബൈക്ക് പള്ളിക്ക് വന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓനറിയില്ലോ പള്ളിക്കൊക്കെ വരണം എന്നുള്ളത്. രണ്ടാമത്തെ ആഴ്ച ഞാൻ ആ വാതിലും പോയി ഒന്ന് മുട്ടി. അതിൽ 2 ചീത്ത എനിക്ക് കിട്ടി. ഒന്നും വാതിൽ തുറന്ന്, തന്തേ നമുക്കൊന്ന് പോയിക്കൂടെ ഒറ്റക്ക് പള്ളിക്കൊക്കെ, ഇന്ന ഉപദേശിക്കുക. ഉടനമ്മ, നിങ്ങളില്ലെങ്കിൽ എന്തിനാ ഓൻ്റെ വാതിലുമ്പോൾ മുട്ടാൻ നിൽക്കണേ? ബാപ്പാന്റെ സങ്കടം ആകെ നിലയും വിലയില്ലാത്തത് ഉമ്മാൻ്റെ അടിയിൽ, അതിനു വേണ്ടി കുട്ടികളുടെ അടിയിൽ. ഇതടാ ബാപ്പാക്കുള്ളതാണ്, ഇത് എടുക്കരുത് കേട്ടോ, ഇത് ഉപ്പച്ചിക്കുള്ളതാണ്. എന്താ ഉപ്പച്ചി എന്നോട് പറഞ്ഞത്? ബാപ്പ എന്താ പറഞ്ഞത്? എന്നാ തന്നെ ബാപ്പ എന്ന് പറഞ്ഞ ഒരു സംഭവമാണെന്ന് കുട്ടിയൊക്കെ ഇങ്ങനെ തോന്നണം. എന്റെ ബാപ്പ ഒരു സംഭവമാണ്. ബാപ്പാനെ സംഭവാക്കലാരാ? ഉമ്മയാണ് ബാപ്പാനെ സംഭവാക്കണേ. ഉമ്മ ചെറുപ്പത്തിലേ പറയും, ഇത് ബാപ്പാക്കുള്ള കേട്ടോ, ബാപ്പ വരും കേട്ടോ, ബാപ്പാന്റെ അതൊന്ന് തുടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ബാപ്പ പറഞ്ഞ വലിയൊരു സംഭവമാണ്. അപ്പൊ ഓനിങ്ങനെ തോന്നും, അല്ല അത് വാപ്പയല്ലേ അറിഞ്ഞാലോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ അതൊക്കെ എന്താ നിങ്ങള്, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു വലിയ കുടുംബത്തിൽ നിന്ന് ആവുമ്പോൾ ഇങ്ങനെ ഓരോ സംഗതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുടുംബത്തിൽ എന്തുകൊണ്ട് കുട്ടികൾ മോശമായി. ബാപ്പാനെ നിലയും വിലയില്ല, ബാപ്പാനെ നല്ല വിലയും വേണം, ഉമ്മാനോട് ആദരവും ബഹുമാനവും വേണം ബാപ്പാക്ക്. ഉമ്മച്ചി അങ്ങനെ പറഞ്ഞു, ഉമ്മച്ചിനോട് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. നല്ലതിൽക്കും പറയണം, കുട്ടികളോട് ചിലപ്പോൾ മുഖം കറുപ്പിച്ചും പറയേണ്ടി വരും. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ മക്കൾക്ക് ഇസ്ലാം എന്ന ദീൻ, നമ്മുടെ സംഘടന, നമ്മുടെ ആദർശം. ഇപ്പോൾ സിദ്ദീഖ് അൻസാരി പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ വിചിന്തനം അൽമനാർ എന്നൊക്കെ, അത് ഭയങ്കര സംഭവമാണ് സത്യത്തിൽ. വിചിന്തനം എന്നുള്ള പേര് കുട്ടികൾ കാണാതെ പഠിക്കട്ടെ. ഇപ്പം ഞാൻ പഠിത്തൻ്റെ ജ്യേഷ്ഠൻ്റെ മോളോട് ചോദിച്ചു, എനക്ക് ആരൊക്കെ കൂട്ടുകാരത്തികൾ, അതിൽ എത്ര മുജാഹിദുകളുണ്ട് എന്ന് വെച്ചാൽ അറിയില്ല പാപ്പ. എന്നാൽ ഞാനൊക്കെ ഒന്നും അറിയില്ല, 8ാം ക്ലാസ്സിൽ നിന്ന് ഒരു കഥയില്ല, എന്നാലും വെറുതെ വാദപ്രതിവാദം നടത്തും. വലിയ മുജാഹിദായിട്ടൊന്നും അല്ല, വലിയ തെക്കുവീണ്ടായിട്ടല്ല, 8ാം ക്ലാസ്സിനത് വാദപ്രതിവാദം. പക്ഷെ 2 മുജാഹിദേ ക്ലാസ്സിലുണ്ടാവുള്ളൂ, വിട്ടുകൊടുക്കൂല. ഇപ്പോഴത്തെ കുട്ടികളുടെ അതൊന്നും എനിക്കറിയില്ല. ഇപ്പം നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു വിചിന്തനം ഉണ്ടെങ്കിലേ 650 ഉറുപ്പ്യാണ് ഒരു കൊല്ലം കൊടുക്കേണ്ടത്.
നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തു. അതിങ്ങനെ വീട്ടിൽ വരുമ്പോൾ അതൊന്ന് തുറന്നു വായിക്കുമ്പോൾ വിചിന്തനം മുജാഹിദിന്റെ വാരികയാണ്. അൽമനാർ ഉറപ്പിച്ചു പറയാൻ കഴിയും, കേരളത്തിൽ അൽമനാറിനോളം വിഭവസമൃദ്ധമായ വൈജ്ഞാനികമായ ലേഖനങ്ങൾ വരുന്ന ഒരൊറ്റ മാസിക ഉണ്ടാവില്ല. ഞാൻ ഇത് നമ്മുടേതായതുകൊണ്ട് പറയല്ല, നിങ്ങളുടെ അടുത്തുള്ള ഞാൻ എല്ലാ മാസികയും വാങ്ങുന്ന ആളാണ്. ഞാൻ എൻ്റെ മൊബൈലിൽ പൈസ കൊടുത്ത് വായിക്കുന്ന ആളാണ്. പൈസ കൊടുക്കണതിന് എൻ്റെ ആപ്പ് ഉണ്ട്. 150 ഉറുപ്പ്യാണ്, 150 കൊടുക്കും, ആണ് വായിക്കും. എല്ലാം ഏകദേശം വായിക്കലുണ്ട്. ചിലതൊക്കെ ഞാൻ ആഴ്ചയിൽ വാങ്ങി 15 ഉറുപ്പ്യ അപ്പോലെ പള്ളിക്ക് കൊടുക്കും. ഉറപ്പിച്ചു പറയാൻ കഴിയും, അൽമനാറിനോളം സ്റ്റാൻഡേർഡിലൊരു സംഗതി ഇല്ല. പക്ഷേ നമ്മൾ ആളുകളടുത്തേക്ക് ചെന്ന ആളുകൾ ഒന്ന് ചെല്ലൂലെന്ന് എൻ്റെ അഭിപ്രായം. എൻ്റെ നാട്ടിൽ 26 വീടാ കയറിയത്, 26 വീടും ചേർത്തി, 27ാമത്തെ വീട് കയറിയിട്ടില്ല. അവൻ നമുക്ക് ഇതിനോടൊക്കെ ഒരു ആദർശ പ്രതിഭ, നമ്മുടെ സംഘടന, ആദർശം, പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ളതാണ്. ഇപ്പം ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന അവിടെ നിങ്ങൾ വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരു നേരെങ്കിലും അത് അറിയുമ്പോൾ പടച്ചോനെ എന്നുള്ളൊരു വിളിയില്ലേ, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളൊരു പറച്ചിലില്ലേ, ആ പറച്ചിൽ കഴിഞ്ഞാൽ പിന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കരുതലുണ്ട്, ഇനി ഒന്നും ദുആ ചെയ്തിട്ടില്ലല്ലോ, എന്താ പടച്ചോനെ പുറത്തു കൊടുക്കണം പടച്ചോനെ. അതന്നെയാണ് സംഘടന പറഞ്ഞാൽ, അതന്നെയാണ് ആദർശം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒരു മുജാഹിദ് യൂണിറ്റിൽ എങ്ങനെ ഒരാൾ മരിച്ചു, ഇന്നാലില്ലാഹി വ ഇന്നാ റാജിഊൻ, പടച്ചോനെ, ആ പടച്ചോൻ, ആ വിളിയും ആ തേട്ടവുമാണ് ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ലാഭമുള്ളത്. അതിൻ്റെ കൂടെ നമ്മുടെ മക്കളെ നമ്മൾ നിർത്തണം, നമ്മുടെ പെൺകുട്ടികളെ പ്രത്യേകിച്ചും നമ്മൾ നിർത്തണം. ഇസ്ലാം എന്ന ദീൻ നമ്മുടെ മക്കൾക്ക് അഭിമാനമുള്ളതാകണം. നമ്മുടെ കുട്ടികൾക്ക് വിവാഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾ കല്യാണമൊക്കെ കഴിക്കാതെ അങ്ങനെ ലിവിങ് ടുഗദർ, ആണും പെണ്ണും കാണുന്നു, ഓളെന്നെ തീരുമാനിച്ചിന്. പല വാപ്പാരി ഇപ്പം പണിയെന്ന് ചോദിച്ചാൽ ചെമ്പും പാത്രവും ഏൽപ്പിക്കുക, ബിരിയാണിക്കരി ഏൽപ്പിക്കുക, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക, ബാക്കിയൊക്കെ ഓല ഏൽപ്പിച്ച് കഴിഞ്ഞാണ്. ബാക്കി ഫുള്ള് സെറ്റാണ്. സ്ഥലം വരെ അവൾ പറഞ്ഞു കൊടുക്കും, ഇന്ന സ്ഥലത്ത് തലശ്ശേരി കൂടെ അതിലെ പോകുമ്പോൾ അവിടെ ഇറങ്ങിയാൽ മതിയെന്ന്. അപ്പോൾ ഈ മക്കളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പേരുന്ന്, മോളെ ബാപ്പാക്ക് ഒരു അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ബാപ്പ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ചിലപ്പോൾ ഈ ബാപ്പാക്ക് ബാപ്പാൻ്റെ കുട്ടി തരണട്ടോ, അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കലുണ്ട്, മക്കളെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സംഗതി എന്താ? ഒരു പറയും ഉപദേശം, അഡ്വൈസ് ഇഷ്ടമല്ല. എന്നാൽ ഞാൻ ഓരോട് പറയും, നമ്മുടെ സൃഷ്ടിപ്പിൽ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെ സൃഷ്ടിപ്പിൽ ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയാണ് ഈ തലച്ചോറിന്റെ മുൻവശം ഉണ്ടല്ലോ, ആ മുൻവശത്തിന് പറയുന്ന പേര് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്നാണ്. ഈ തലച്ചോറിന്റെ മുൻവശത്തിന് പറയുന്ന പേര് നമ്മൾ ഗൂഗിൾ കയറിയിട്ടേ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് അടിച്ചു കൊടുത്താൽ കുറേ വിശദീകരണം വരും. അതിൽ ഒന്നാമത്തെ വിശദീകരണം എന്തായിരിക്കും അറിയോ? പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ വളർച്ച ഒരു മനുഷ്യനിൽ പൂർത്തിയാകുക 25 ഇയേഴ്സ്, 25 വയസ്സാകുമ്പോഴാണ്. നമ്മൾ പറയില്ല, ഈ ചെറുക്കന്മാരിങ്ങനെ ലോറിൻ്റെയും കാറിൻ്റെയും കടി കൂടെ ബൈക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തലച്ചോറുറക്കാത്തോണ്ടാണ്. തലച്ചോറുറക്കാത്തോണ്ട് തന്നെ. കാരണം 25 വയസ്സാകണം ഈ തലച്ചോറ് ഉറക്കണമെങ്കിൽ. എന്താണ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ ധർമ്മം എന്നറിയോ? ശരി തെറ്റുകൾ പൂർണ്ണമായി, അതായത് ഇങ്ങനൊരു കാര്യം ചെയ്താൽ അതെന്താവും, വിധി വേറെ, വിധി പടച്ചോന്റെ വിധി ഉണ്ടാവും, നമ്മൾ ചിന്ത ഉണ്ടാവല്ലോ. ഇങ്ങനൊരു കാര്യം ചെയ്താൽ അതെവിടെ എത്തും, ഇത് പൂർണ്ണമായി വ്യവച്ഛേദിച്ചറിയണമെങ്കിൽ തലച്ചോറ് ഉറക്കണം, അതായത് 25 വയസ്സാകണം. അതുകൊണ്ടാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ടീച്ചർ അന്നമ്മ ടീച്ചർ ഓരോരുത്തരോടും ചോദിച്ചു, എന്താ ചെയ്യണേ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഹോട്ടലിൽ നിൽക്കാൻ പോവുകയാണ് പറഞ്ഞു. അപ്പം എന്താ വെച്ചാൽ പൊറാട്ട തിന്നാനുള്ള പൂതിയോണ്ടാണ്. അപ്പം ഞാൻ ഉമ്മാനോട് ചെന്ന് പറഞ്ഞു, ഉമ്മ ഞാൻ ചെറുപ്പത്തിൽ വാപ്പ മരിച്ചും ചെയ്തിരിക്കണേ, ഉമ്മ ഞാൻ ഹോട്ടലിൽ നിൽക്കാൻ പോയാലോ? എന്നോട് ഉമ്മ ഒറ്റടിക്ക്, ഉമ്മ വളരെ സ്റ്റാൻഡേർഡിലാണ് മക്കളോടും മരുക്കളോടും ഒക്കെ നിൽക്കുക. ഒരാൾക്കും ഉമ്മാനോട് അനിഷ്ടം ഉണ്ടാവില്ല, ഒരാളെ കുറ്റം പറയില്ല. ഒറ്റടിക്ക് ഉമ്മാനെ കുട്ടി അതിന് പോകണ്ടോ, ഉമ്മ 25 ഉറുപ്പ്യ കിട്ടും, ഉമ്മ പൊറാട്ട കിട്ടും, ഇറച്ചി കിട്ടും, ഉമ്മാൻ്റെ കുട്ടി പോകണ്ടോ. അപ്പം എനിക്കന്ന് തോന്നി ഉമ്മാക്ക് അന്തല്ലാന്ന്, ഉമ്മാക്ക് വിവരമില്ലാന്ന്. അന്നിപ്പം മോശമൊന്നുമല്ല പണി, എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി, അന്നിപ്പം ഞാൻ വലിയ അന്തമുള്ള ആളാണല്ലോ, കാരണം 15-16 വയസ്സായല്ലോ. ഇപ്പം ഞാൻ 1ാം നമ്പർ ഒരു സപ്ലയർ ആയിക്കാണ്. ഇപ്പോൾ എൻ്റെ അമ്മക്ക് 1ാം ക്ലാസ് ഇല്ല, പക്ഷെ അമ്മക്ക് 25 വയസ്സ് കഴിഞ്ഞിരിക്കണ്. 25 വയസ്സ് കഴിഞ്ഞ ബാപ്പിയമ്മയും പറയുന്നത് മക്കൾ കേൾക്കണം. അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരു പെണ്ണ് ഒരു ചെക്കനെ എങ്ങനെ സ്വീകരിക്കുക? ഓൻ എവിടുന്നെങ്കിലും ഒരു വാടക ഒരു ജീൻസ്, പിന്നെ ഓൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് എവിടുന്നെങ്കിലും കടം വാങ്ങിയിട്ട് ഒരു ബനിയൻ ഇട്ട് വന്നുകാണ്ട് എന്തെങ്കിലും പറഞ്ഞ ഓൾ സ്വീകരിക്കാൻ. നമ്മൾ സ്വീകരിക്കൂലല്ലോ, നമ്മൾ ഓൻ്റെ നാട്ടിൽ പോവും, ഓനെ കുറിച്ച് അന്വേഷിക്കും, ഓൻ്റെ വാപ്പാനെ കുറിച്ച് അന്വേഷിക്കും, ഓൻ്റെ അമ്മാനെ കുറിച്ച് അന്വേഷിക്കും, ഓൻ്റെ കുടുംബം അന്വേഷിക്കും, ഓൻ കള്ള് കുടിക്കൂലെന്ന് അന്വേഷിക്കും. കാരണം എന്താ? പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് ഉറച്ചിക്കണ്. 18 വയസ്സായ നമ്മളെ കുട്ടിക്ക് അത് ഉറച്ചിട്ടില്ല.
അപ്പോൾ ഓളോട് പറയേണ്ടത് എന്താ അറിയോ? ഓൾക്കോളെ ഇഷ്ടം നമുക്ക് പരിഗണിക്കാം, അങ്ങനെ ഒരു ചെക്കനാകണം. അത് ഇസ്ലാം പറഞ്ഞതാ. ബാക്കി അന്വേഷിക്കേണ്ടതൊക്കെ ആരാ? 25 വയസ്സ് കഴിഞ്ഞോലാണ്. അപ്പൊ അത് ഉപദേശിക്കണം, മക്കളെ ഉപദേശിച്ച്. ഞാൻ 7ാം ക്ലാസ് വരെ മദ്രസ കിട്ടുകയാണ് പറഞ്ഞിട്ട് കാര്യമല്ല. മക്കളെ ഉപദേശിച്ചു കൊണ്ടേ ഇരിക്കണം, കുട്ടികളെ ബോധ്യപ്പെടുത്തണം. കുട്ടികളെ മതം മാത്രം പറഞ്ഞിട്ടല്ല, ശാസ്ത്രവും പറയണതാ. ഗൂഗിൾ ഇതാ, ഉമ്മാന്റെ കുട്ടി ഇതൊന്ന് വായിച്ചാ. അപ്പൊ ഉമ്മാന്റെ കുട്ടിക്ക് 25 വയസ്സാകോളം തലച്ചോറ് ഉറച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ പറയണതല്ല, ശാസ്ത്രം തന്നെ പറയണതാണ്. അതുകൊണ്ട് വാപ്പ പറയണ കുറച്ച് കേൾക്കണം, ഉമ്മ പറയണ കുറച്ച് കേൾക്കണം. നമ്മുടെ മക്കളെ ഇസ്ലാം എന്നത് അഭിമാനമാക്കണം. എവിടെ എത്തിച്ചേർന്നാലും ആർക്കാ അഭിമാനം ഇല്ലാത്തത്? അതുകൊണ്ടല്ലേ ദക്ഷിണാഫ്രിക്കയും മറ്റൊരു ഇംഗ്ലണ്ടും തമ്മിലുള്ള ഫൈനൽ മത്സരം ക്രിക്കറ്റിൽ എന്താ ചെയ്ത? ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഏതാ? UK ആണ് രാജ്യത. ഇംഗ്ലണ്ടിന്റെ 2 കളിക്കാരെ മദ്യം അങ്ങനെ പൊട്ടിച്ചു കുറച്ച് ആൾക്കാർ. ഇംഗ്ലണ്ടിന്റെ 2 കളിക്കാർ അവിടുന്ന് അങ്ങനെ മാറിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സൗദി അറേബ്യന്റെ 2 കളിക്കാരല്ല, ഇംഗ്ലണ്ടിന്റെ 2 ക്രിക്കറ്റ് താരങ്ങൾ അവിടുന്ന് മാറിപ്പോയി. എന്നിട്ട് ഓല ആഘോഷം കഴിഞ്ഞപ്പോൾ തിരിച്ചിങ്ങനെ വന്ന ട്രോഫി കയ്യിൽ പിടിക്കാൻ കൂടി. എന്തുകൊണ്ടറിയോ? ഇസ്ലാം എനിക്ക് അഭിമാനമാണ്, ഞാൻ മദ്യപിക്കൂല, ഇസ്ലാം എനിക്ക് അഭിമാനമാണ്, ഞാൻ പലിശയുമായി ബന്ധപ്പെടൂല, ഇസ്ലാം എനിക്ക് അഭിമാനമാണ്, ഞാൻ എൻ്റെ വാപ്പാനിമാനി നോക്കും, ഇസ്ലാം എനിക്ക് എൻ്റെ അഭിമാനമാണ്, എൻ്റെ പോക്കറ്റിൽ നിന്ന് അന്ധവിശ്വാസത്തിലേക്ക് ₹1 ഞാൻ കൊടുക്കൂല, എൻ്റെ ദീൻ എനിക്ക് അഭിമാനമാണ്, ഇസ്ലാമിക വേഷം ഞാൻ ധരിക്കും, എൻ്റെ ദീൻ എനിക്ക് അഭിമാനമാണ്. ഇങ്ങനെ നമ്മളാണ് ജീവിച്ചാൽ നേരം വെളുത്തു, സുബൈസ്കാരം കഴിഞ്ഞു, എവിടെ ജോലിക്ക് പോയാലും നമ്മളെ സ്റ്റാൻഡിലാണ് നിന്ന് ഇസ്ലാമിക നിയമങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാണ് പോയാൽ നമുക്കൊരാത്മസംതൃപ്തി ഉണ്ടാവും. അതേ നമുക്കുണ്ടാവുള്ളൂ, നമുക്കതേ ഉണ്ടാവുള്ളൂ. എത്ര വലിയ ബിസിനസ് നടത്തുന്ന ബാപ്പയാണെങ്കിലും, എനിക്ക് ഞങ്ങൾ പറയുമ്പോൾ ചിലത് ഓർമ്മ വരുന്നോണ്ട് പറയാം. എൻ്റെ വലിയ സഹോദരിയുടെ ഭർത്താവിൻ്റെ വലിയ അളിയാക്ക മരണപ്പെട്ടു, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. ഞാനാണ് ഒരിക്കൽ കോഴിക്കോട്ടേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആദ്യം ഞങ്ങൾ കടപ്പുറത്തൊക്കെ പോകണം. പിന്നെ അളിയാക്ക വലിയൊരു ലിസ്റ്റ് എടുത്തിട്ട് എന്നോട് ഇങ്ങനെ ഇത്ര ലോക ലക്ഷണങ്ങളാണ്. പിന്നെ എന്നോട് പറഞ്ഞു, ഈ 12 കാര്യങ്ങൾ ഇത് ഡോക്ടറോട് പറയണം എന്നാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് കളിയാക്ക പോണത് എങ്ങനെയാ വെച്ചാൽ, വാഴക്കപ്പൊരി ചിപ്സിൻ്റെതാണ്, ചിപ്സൊക്കെ കൊണ്ടാ പോണ്, ഒരു ഇഷ്ടമാണ് ആളുകൾക്ക് അതൊക്കെ കൊടുക്കണേ. ഞാൻ 12 പറഞ്ഞു അവിടുന്ന് പറഞ്ഞപ്പം പോരുകയാണ്, എടാ ഇത് ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ആരെ കൊണ്ടടക്കുക? അളിയാക്ക അതൊക്കെ ആരും കൊണ്ടടക്കും, പളിയാക്ക കൊണ്ടടക്കണേക്കാട്ടിലും മകൻ കൊണ്ടടക്കുന്നുണ്ട് ഉഷാറായിട്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം, ഇതൊക്കെ കൊണ്ടടക്കം അവിടെ ആളുണ്ടാവും. വലിയ ബിസിനസിന്റെ സാമ്രാജ്യം. നേരെ ബാപ്പ ഓഫീസിൽ പോയി ആ ചെയറിലിരുന്ന് 4 കോൾ ചെയ്ത് എല്ലാം ഉഷാറാക്കുമ്പോ ബാപ്പ പെട്ടെന്നാണ് മരിച്ചുപോയ. പടച്ചോനെ, ഇയാൾക്ക് പകരക്കാരനായി കുടുംബത്തിന് ആളുണ്ടാക്കണം റബ്ബെ. എത്ര ആളെ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന. 20 വയസ്സായ ചെക്കൻ. നാട്ടുകാരൊക്കെ ചോദിക്കും, എടാ ഇതൊക്കെ പാടവന് കൊണ്ടടക്കാൻ കഴിയോ? ഒരു കൊല്ലം കഴിയുമ്പോൾ 21 വയസ്സായവോ ബാപ്പ കൊണ്ടടന്നേക്കാട്ടിൽ ഉഷാറായിട്ട് ബിസിനസ്സാണ് കൊണ്ടടക്കും. ബാപ്പാന്റെ ഡ്രൈവിംഗ് സീറ്റിലോ വരും. നമ്മുടെ ഭാര്യക്കൊരു പക്ഷേ നമ്മൾ മരിച്ചാൽ വേറെ ഭർത്താക്കന്മാരുണ്ടാവും, നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേറെ ഭാര്യമാര് വരും. നമ്മുടെ അമല് നമുക്കുണ്ടാകും. അതിന് നമ്മൾ സ്റ്റേണായി നിൽക്കണം. ഭാര്യൻ്റെ ഇടയിലാണെങ്കിലും കുടുംബത്തിൻ്റെ ഇടയിലാണെങ്കിലും മക്കളുടെ ഇടയിലാണെങ്കിലും. മക്കളെ, ദീനിന്റെ കാര്യത്തിൽ അങ്ങനെ കൊണ്ടിങ്ങനെ ഏറ്റിയടക്കൊന്നും വേണ്ട. ദീനി പറഞ്ഞ സാധനം ഇങ്ങനെ ഏറ്റിയടങ്ങാറായി അടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു മനുഷ്യനായി ഇങ്ങനെ നടന്നാൽ മതി. പക്ഷെ ഇസ്ലാമിൽ നിസ്കാരം മാത്രമല്ലല്ലോ, വളരെ പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ ഉണ്ടാവും. ഞാൻ സൂചിപ്പിച്ചല്ലോ, ദുനിയാവിൽ സ്വസ്ഥതയും സമാനവും തന്നെ. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഇപ്പം മരിച്ചു, കറക്റ്റാണ് നമ്മളെ കണക്ക്. ദീനാണ്. ഇപ്പം മരിച്ചു, മൊബൈൽ ഫോണിൽ നമ്മളും ഭാര്യയും ഗ്രൂപ്പാ, ബാധ്യതകൾ കടപ്പാടുകൾ. ഇപ്പം മരിച്ചു. പെണ്ണുങ്ങളോട് പറയാം, ഇതിന്റെ അപ്പുറത്തേക്ക് ഈ സമയം വരെ ഒന്നും കൊടുക്കാനുമില്ല, ഒന്നും കിട്ടാനുമില്ല, ആർക്കും ഒന്നും കൊടുക്കാനില്ല, ഒന്നും അങ്ങോട്ട് കിട്ടാനില്ല. നേരെ മൊബൈൽ തുറന്നു നോക്കിയാൽ മതി. ഇല്ലേ, അവിടെ ബുക്കിലുണ്ടാവും. എന്താന്നറിയോ, അത് ഇസ്ലാം പറഞ്ഞ നിയമമാണ്. നമ്മൾ ഇതാക്കാൻ പറ്റൂല, അത് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ പറ്റൂല. ഹറാമായ ഒരു പൈസയും എൻ്റെ അടുത്ത് പറ്റിയിട്ടില്ല, എന്നെ കൊണ്ട് കഴിയും. സക്കാത്ത് ഒരു കൊല്ലം, എത്ര കൊല്ലം, 60 കൊല്ലം ജീവിക്കണമെന്ന് ഏറി വന്നാൽ 30 കൊല്ലം കൊടുക്കേണ്ടി വരും. അതുവരെ വരുമാനമൊന്നും ആവൂല. 30 കൊല്ലത്തെ സക്കാത്തിന്റെ കണക്കാണ്, കൂടല്ലാതെ കുറഞ്ഞിട്ടില്ല, ഉറപ്പാണ്. എൻ്റെ നമസ്കാരം അത് കൃത്യമാണ്. മനുഷ്യരാണ്, നമ്മളെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, അതിനൊക്കെയാണ് നമ്മൾ സുന്നത്ത് നിസ്കാരമൊക്കെ. അങ്ങനെ നമ്മൾ പോകുക. നമ്മുടെ മക്കളെ നമ്മൾ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാക്കുക. നമ്മൾ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നിറഞ്ഞ് അങ്ങനെ ഒരു തലമുറ വന്നാൽ, ഞാൻ അതാ പറഞ്ഞത്, ഇവിടെയൊക്കെ ജീവിക്കാൻ കഴിയുക എന്നത് വലിയ നിഅമത്താണ് മക്കൾക്ക്. നല്ല പള്ളി, നല്ല സംവിധാനങ്ങൾ, നല്ല മനുഷ്യന്മാർ, കുറേ നല്ല കാരണവന്മാർ എന്ന് പറഞ്ഞാൽ പ്രധാന ഒരു സംഗതിയല്ലേ? നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ
ഈ പ്രായമായാലും വലിയ ഒരു ഇതുണ്ട്. ഇപ്പൊ 65-70 വയസ്സായാലും ചിലവർ പുറത്തേക്ക് ഇറങ്ങൂല. അങ്ങനെയുണ്ട്, പുറത്തേക്ക് ഇറങ്ങൂല. വെജ് എന്നാ വെജാറിന ബാക്കിയുള്ള വെഹിക്കലൊക്കെ ഉണ്ടാവും. തോട്ടത്തിൽ പോകാൻ വയ്ക്കും, അങ്ങോട്ട് പോകാൻ വയ്ക്കും, മകളടുത്ത് പോകാൻ വയ്ക്കും. പിന്നെ എങ്ങനെ പെരി കുത്തിരിക്കണതും ഒരു സുഖമാവും. നമ്മളങ്ങനെയൊന്നും ആകണില്ലല്ലോ, നമ്മളിവിടെ ഒന്നും ഇങ്ങനെ ഇടങ്ങേറായിരിക്കുകയാണല്ലോ. അപ്പൊ എല്ലാം കൊണ്ടും ധന്യമായ അനുഗ്രഹീതമായ ഒരു നാട്ടിൽ നമ്മുടെ പിൻഗാമികളെയും നാം ഈ അഭിമാനകരമായ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ വഴി നടത്തണം. നിരന്തരമായ മീറ്റിങ്ങുകളും ക്ലാസ്സുകളും ഉത്ബോധനങ്ങളും തന്നെയാണ് ഒരു നാടിൻ്റെ വിജയം. ഒരു മഹല്ല് നടത്തുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാ മാസവും ക്ലാസ് ആണല്ലോ. എന്നാൽ ഒരു മഹല്ല് നടത്തുമ്പോൾ റമദാൻ വരുമ്പോൾ പായി ഒന്ന് മാറ്റുക, റമദാൻ വരുമ്പോൾ ലൈറ്റ് ഒന്ന് മാറ്റുക, റമദാൻ വരുമ്പോൾ പള്ളി ഒന്ന് പെയിൻ്റ് അടിക്കുക, ഇങ്ങനെ പോണ ചില പള്ളി ഉണ്ടാവും. ആ പള്ളിയിൽ ആ 4 ആൾക്കാരനെ നിസ്കരിച്ചാനും ഉണ്ടാവുള്ളൂ. എന്നാലോ എന്നും ക്ലാസ്സും പരിപാടിയുള്ള സ്ഥലവും അല്ലാത്ത സ്ഥലവും ഒരു പള്ളിൻ്റെ ഉള്ളിലേക്കാണ് കയറിയാൽ മനസ്സിലാവും ഇവിടെ എത്ര പരിപാടിയും കാര്യങ്ങളും നടക്കേണ്ടത്. അപ്പം നമ്മുടെ നാട്ടിൽ കാര്യങ്ങളൊക്കെ നടത്തുക, അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. ആണല്ലോ 3 കാര്യങ്ങൾ. ഒന്ന് സ്വതക്കത്തും ജാരിയാണ്, രണ്ടാമത് ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമാകുന്ന അറിവാണ്. ഒരു ചെയർ എടുത്തിട്ട് കൊടുത്ത് അതിലൊരാൾ കേട്ട് ഒരു കാര്യം ചെയ്ത് ഒരു ദുആ നടത്തുമ്പോൾ അതിലൊരു ഇഖ്ലാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. നല്ല മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചോദിക്കും, എന്താ പടച്ചോനെ എനിക്ക് ഇത്രത്തോളം ഈ സ്വർഗത്തിൽ ഉന്നതമായ ദറജ, അന്നാലി ഹാദാന്നാണ്. ബി ഇസ്തിഗ്ഫാരി വലദിക്കലക്ക, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. നമ്മളെ നമ്മളെ വാപ്പാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. അപ്പം നമുക്കൊക്കെ വെല്ലിപ്പാരുണ്ടാവുമല്ലോ. പക്ഷേ വെല്ലിപ്പുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ വെല്ലിപ്പാനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും വെല്ലിപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർമ്മ വരൂല. പിന്നെ അതൊരു പ്രാർത്ഥനൻ്റെ ഭാഗമൊക്കെ ചെയ്യാം. അപ്പം എൻ്റെ വാപ്പാൻ എൻ്റെ മക്കൾ കണ്ടിട്ടില്ല. ഓലൊരു പക്ഷേ ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആകട്ടെ, അതുള്ള നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് വേണ്ടി നമ്മളെ മക്കളെ പ്രാർത്ഥിക്കുള്ളൂ. ഈ മക്കളോട് നമ്മളെ വാപ്പാരെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എടാ വെല്ലിപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, വെല്ലിമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, എടാ എൻ്റെ വാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, പച്ചിൻ്റെ കുട്ടി സുബൈ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ പ്രാർത്ഥന കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പരലോകത്ത് നമുക്ക് നന്മയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് എത്ര ബിസി ആയി കഴിഞ്ഞാലും, അങ്ങനെയല്ലോ, ഇപ്പം എത്ര ബിസിനസ് തിരക്കുള്ള മക്കളാണെങ്കിലും വെള്ളിയാഴ്ച ചിലപ്പോൾ വാപ്പാൻ്റെ ഖബറിൽ നിന്ന് പോവും. അതല്ലെങ്കിൽ ബാപ്പാക്ക് വേണ്ടി എല്ലാ നിസ്കാരത്തിലും പ്രാർത്ഥിക്കും. അതൊരു വല്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കുക, ഉപദേശം കൊടുക്കുക, ഈ ദീൻ അഭിമാനമുള്ളതാക്കുക. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സ്കൂൾക്ക് പോകുമ്പോൾ ഉപദേശിക്കുക, വന്നാൽ ഉപദേശിക്കുക. പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഞാനൊരു സ്ഥാപനത്ത് പഠിപ്പിക്കണോണ്ടാണ് ഇതിൻ്റെ മനസ്സിൽ പിന്നെയും വരുന്നത്. സ്കൂൾ പോണീൻ്റെ മുമ്പ് ഒരു 5 മിനിറ്റ് ഇരുത്തി മാൻ്റെ കുട്ടി ആണ് പറഞ്ഞു കൊടുക്കുക. എങ്ങനെയെങ്കിലും കുഴപ്പമില്ലാതെ 4 മണിക്ക് സ്കൂൾ തിരിച്ചാൽ നമ്മൾ കഴിച്ചില്ലായി എന്നുള്ളടത്ത് അപ്പോൾ ഉള്ളത് പിന്നെയും പറഞ്ഞു കൊടുക്കുക. ഞാൻ അപ്പുറത്തൊരു കുട്ടിനോട് പറഞ്ഞു, മോളെ 3 കൊല്ലം കൂടി സാറിൻ്റെ കുട്ടി ക്ഷമിക്കും, 3 കൊല്ലം കൂടി ഞാൻ എനിക്ക് നല്ല പുതിയ ആപ്പണ കൊണ്ടു. എന്നാലും ഒരു കുട്ടിനോട് ഞാൻ പറഞ്ഞടാ, എൻ്റെ ബാപ്പാക്ക് എത്ര വയസ്സായടാ? അപ്പോൾ എന്നോട് പറഞ്ഞു 14 വയസ്സാട്ടാ ചെക്കന്, 14 വയസ്സ്. അപ്പം എന്നോടും പറഞ്ഞു എൻ്റെ ബാപ്പാക്ക് 41 വയസ്സ്. അപ്പോൾ എന്നാടാ എൻ്റെ ബാപ്പ ഗൾഫ് പോയത്? അപ്പോൾ കൊല്ലം പറഞ്ഞപ്പം കറക്റ്റ് 27ാമത്തെ വയസ്സാണ്. അപ്പം ഞാൻ ഓനോട് പറഞ്ഞടാ കുട്ടിയെ 27 വയസ്സാണ്, എനിക്ക് 39 വയസ്സാണ്. എടാ 27ാമത്തെ വയസ്സിൽ എൻ്റെ ബാപ്പ ഗൾഫ് പോകുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം നിൽക്കാൻ പൂതില്ലായിട്ടല്ല, ഇത് ചെറിയ കുട്ടിയാവുമ്പോണ്ടല്ലോ അന്നങ്ങനെ ഒരു ഉമ്മച്ചങ്ങാണ്ട് ഗൾഫ്. അപ്പോൾ എൻ്റെ കണ്ണുകൂടെയൊക്കെ വെള്ളം വരല്ലോ. ആൺകുട്ടിൻ്റെ കണ്ണുകൂടെ വെള്ളം വരൽ തുടങ്ങിട്ടോ, പെൺകുട്ടിൻ്റെ വെള്ളം വരുന്നില്ല. എന്തൊരു തണ്ടിലാ കയറി വരുന്ന കാര്യങ്ങൾ. പെൺകുട്ടിൻ്റെ വരുന്നല്ല ഒരു പ്രശ്നമില്ല, ഓൻ്റെ കണ്ണുകൂടെയൊക്കെ വെള്ളം വരൽ തുടങ്ങിട്ടോ. എനിക്ക് വലിയ അത്ഭുതമായോ വെള്ളം വന്ന്. ഞാൻ പറഞ്ഞ 27 വയസ്സ് എൻ്റെ ബാപ്പ. എടാ എനക്കറിയോ ഇജ്ജ് സൗദി അറേബ്യയിൽ വെയിൽ കൊണ്ടിരിക്കണോ? ഇല്ലല്ലോ, ഞാൻ കൊണ്ടിട്ടുണ്ട്. ഞാൻ അധ്വാനിക്കാൻ വെയിലുണ്ടല്ല, ഞാൻ റൂമിൽ നിന്ന് പള്ളി പോയപ്പം കൊണ്ട വെയിലാ. താങ്ങൂലടാ വെയിൽ. അങ്ങനത്തെ വെയിലാണ് എൻ്റെ ബാപ്പ കൊള്ളണത്. എടാ എൻ്റെ ബാപ്പ 2 കൊല്ലം കഴിയുമ്പോൾ 3 മാസത്തിന് ലീവ് വരുമ്പോൾ എന്തൊരു പ്രതീക്ഷയോടെ വരുന്നത്. 41 വയസ്സുള്ള എൻ്റെ ബാപ്പ ഇപ്പജ്ജി പെട്ട ഈ കെണി ബാപ്പ അറിഞ്ഞ ചങ്ക് പൊട്ടി എൻ്റെ ബാപ്പ മരിച്ചൂലടാ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ്. അപ്പം നമ്മൾ തന്നെ അത് പറഞ്ഞു കൊടുക്കുക, ഉള്ളു തട്ടണമാതിരി നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാക്കരുത്. നമ്മൾ ഈ സാധനത്തുമ്മ കൂടിയാൽ ഓലും ഈ സാധനത്തുമ്മ കൂടും. നമുക്ക് തന്നെ അതൊരു അഡിക്റ്റാണ്, ഒരു സംശയമല്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ക്ലാസ് കാര്യങ്ങളൊക്കെ സജീവമായി നമ്മുടെ മക്കളെ ഈ ദീനിൻ്റെ ഭാഗമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെന്ന നിലക്ക് ഒരുപാട് പോരായ്മകൾ, കുറവുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അള്ളാഹുവേ അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം തമ്പുരാനെ. അള്ളാഹുവേ ഈ ദീനിൻ്റെ മാർഗത്തിലുള്ള ഞങ്ങളുടെ അധ്വാനം, ചെറിയ അധ്വാനം അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി നീ പരിഗണിക്കണം റഹ്മാനും റഹീമുമായ റബ്ബേ.
അള്ളാഹുവെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നവർ, ഞങ്ങളും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നവർ, ഞങ്ങളുടെ സംഘടനയുടെ നേതാക്കന്മാർ, അള്ളാഹുവെ അവർക്കൊക്കെ നീ സ്വർഗം പ്രദാനം ചെയ്യണം തമ്പുരാനെ. രോഗാതുരമായ അവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ, സംഘടനാ നേതാക്കന്മാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടുകാർ, അള്ളാഹുവെ റഹ്മാനും റഹീമുമായ റബ്ബെ ശിഫ നൽകുന്ന തമ്പുരാനെ, അവർക്കൊക്കെ അവരുടെ രോഗശമനം, ശിഫ നീ പ്രദാനം ചെയ്യണം റഹ്മാനും റഹീമുമായ റബ്ബെ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലുള്ള സദുദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തുമാണെങ്കിൽ നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനും റഹീമുമായ റബ്ബെ. അല്ലാഹുവേ, തിന്മയിലേക്ക്, ഭൗതികതയിലേക്ക് വഴുതിപ്പോകാൻ ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഈ ലോകത്ത് നന്മയിൽ അഭിമാനത്തോടുകൂടി ഈ മതത്തിൽ ജീവിക്കാനും ഈമാനോടുകൂടി അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനും റഹീമുമായ റബ്ബെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്ത് സംരക്ഷിക്കണം റഹ്മാനും റഹീമുമായ തമ്പുരാനെ. അല്ലാഹുവേ, ഇങ്ങനെ ഒരു സംവിധാനം, ക്ലാസും പ്രോഗ്രാമും പള്ളിയുമൊക്കെയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവർ, അതിൻ്റെ പിന്നിൽ ആലോചിക്കുന്നവർ, അല്ലാഹുവേ, അതെല്ലാം ഞങ്ങളുടെ മനസ്സിൽ ഒരു കളങ്കവുമില്ലാതെ, വേറെ ഒരു താല്പര്യവും ഉദ്ദേശവുമില്ലാതെ നിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അതൊക്കെ ചെയ്യാനുള്ള ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദർക്കി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അഅദാ. റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറമ മുഖാമ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അബ്ദുറഹ്മാൻ മാസ്റ്റർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേനം താനാളൂർ ശാഖ സംഘടിപ്പിക്കുന്ന പ്രതിമാസ വിജ്ഞാന സദസ്സിൽ പഠനാർഹമായ ക്ലാസ് എടുത്ത ബഹുമാനപ്പെട്ട പണ്ഡിതൻ അബ്ദുൽ ജലീൽ മാമ്പാങ്കര അവർക്ക് നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പി ഇബ്രാഹിം സാഹിബിനും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ 13-ാം തീയതി നടക്കുന്ന ഹൈസക് പരിപാടിക്ക് ഇവിടെ നിന്ന് വാഹനം പോകുന്നുണ്ട് എന്ന വിവരം അറിയിക്കുന്നു. ഈ ക്ലാസിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുള്ള ഉപദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.